സ്തോത്രം. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്റെ അനുഭവ സാക്ഷ്യം പറയുന്നതിനും ദൈവത്തിന്റെ വചനവുമായി കടന്നു വരുവാൻ അവസരം ഒരുക്കി തന്ന കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. സകല മഹത്വം യേശു കർത്താവിനെ അർപ്പിക്കുന്നു. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാനൊരു ക്രിസ്ത്യാനിയായി CSI പാരമ്പര്യത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. എന്റെ കുടുംബത്തിലെ എനിക്ക് പിതാവും മാതാവും 4 സഹോദരങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അതിൽ എൻ്റെ മാതാവ് മരിച്ചിട്ട് ഇപ്പോൾ 13 വർഷമായി. പിതാവുണ്ട്, 93 വയസ്സുണ്ട്. ദൈവത്തിന്റെ കരുണയാൽ ഏകദേശം 5 വർഷമായി എൻ്റെ കൂടെ തന്നെ എൻ്റെ പിതാവും ഉണ്ട്. പിതാവിന് ഞങ്ങളുടെ കൂടെ കടന്നു വന്ന് CSI പാരമ്പര്യത്തിൽ നിന്ന് കടന്നു വന്നിട്ട് ധ്യാനപ്പെട്ട് ഞങ്ങളുടെ വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെ പെന്തക്കോസ്ത് ചർച്ച് ദൈവം തന്ന് അവിടെ എല്ലാ ആരാധനയ്ക്കും പങ്കെടുക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം പിതാവിന് ആരോഗ്യവും ബലവും നൽകുന്നു. സ്തോത്രം. എനിക്ക് 3 സഹോദരങ്ങളാണ് ഉള്ളത്. 3 ആൺമക്കള് വന്നതിന് ശേഷം ഒരു മകളെ കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടെ എന്റെ പിതാവ് മാതാവ് ആഗ്രഹിക്കുകയും നേർച്ചകൾ നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ദൈവം 4മതൊരു മകളെ അവർക്ക് ദാനമായി നൽകിയതാണ്. എന്റെ കുടുംബത്തിലെ എല്ലാവരും CSI പാരമ്പര്യത്തിലുള്ള ആൾക്കാരാണ്. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ എന്റെ മാതാവിന് ഈ ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുവാൻ ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയായിട്ട് കടന്നുപോയി യേശുവിന്റെ രക്ഷകനായി അംഗീകരിക്കുന്നതിനും സ്നാനപ്പെട്ട് ആ ദൈവസഭയോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാനും സ്വർഗത്തിലെ ദൈവം അവസരമൊരുക്കി. മാതാവിന്റെ സ്നാനത്തിന്റെ സമയത്ത് എനിക്ക് കടന്നു പോകാനും അത് കാണുവാനും ഒരവസരം ഉണ്ടായി. അവിടെ നിന്നിട്ട് ദൈവദാസൻ പ്രസംഗിക്കുന്ന ഓരോ വചനങ്ങളും ഞാനെപ്പോഴും CSI പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. എൻ്റെ ഹൃദയത്തിൽ അത് കുത്തുകൊള്ളുന്നത് പോലെ, ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെയായിരിക്കും എന്നുള്ള ഒരു ചോദ്യം എൻ്റെ ഹൃദയത്തിൽ, ഒരു ഭയമായി എൻ്റെ ഹൃദയത്തിൽ അത് വീഴുവാനിടയായിട്ട്. അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ മാതാവ് മാത്രം ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ വരാനൊരു ഭാഗ്യം ഉണ്ടായി. ബാക്കി എല്ലാവരും നാമധേയമായിട്ടൊക്കെ ആരാധിച്ചു വന്നെങ്കിലും ഈ അടുത്ത സമയത്തൊക്കെയും ചില സഹോദരങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെയും അവർക്ക് ഈ ദൈവത്തിലേക്ക് അടുത്ത് വരുവാൻ ദൈവം അവസരങ്ങൾ ഒരുക്കി. ചിലരൊക്കെയും ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ ദൈവത്തെ ആരാധിച്ചു വരുന്നു. എൻ്റെ ഭർത്താവിന്റെ കുടുംബത്തിൽ നോക്കിയാൽ ആരും പെന്തക്കോസ്ത് അനുഭവത്തിലില്ല. എൻ്റെ ഭർത്താവിന്റെ പിതാവ് ഹൈന്ദവ സമുദായത്തിലുള്ള ആള്. അമ്മയെ കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് ക്രിസ്ത്യാനിയായി, അങ്ങനെ ചർച്ചിൽ പോയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ അമ്മ CSI പാരമ്പര്യത്തിലുള്ള മാതാവാണ്. ദൈവത്തിന്റെ കരുണയാൽ ആ കുടുംബത്തിൽ നിന്ന് ആദ്യമായി പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരുവാൻ സ്വർഗത്തിലെ അടിയാൾക്ക് കുടുംബത്തിന് ഭാഗ്യം തന്നു. ദൈവത്തിന്റെ മഹാകരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. സ്തോത്രം. ഏകദേശം 5 വർഷത്തോളം ഹസ്ബൻഡിന്റെ അമ്മയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അമ്മച്ചി ഇപ്പോ 1 വർഷമായിട്ട് മരിച്ച്. ഹല്ലേലൂയ. അമ്മച്ചിക്ക് 5 വർഷം വരെയും ഞങ്ങളുടെ കൂടെ തൊട്ടടുത്തുള്ള പെന്തക്കോസ്ത് ചർച്ചിൽ വരാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവം അവസരം ഒരുക്കി. ചർച്ചിന്റെ കാര്യങ്ങൾക്കൊക്കെ സഹായിക്കാനും ഒക്കെ നല്ല താല്പര്യമുള്ള അമ്മച്ചിയായിരുന്നു. അപ്പൂപ്പന്റെ പെൻഷൻ ഉണ്ടായിരുന്നത് കാരണം അമ്മച്ചിക്ക് അതിനുള്ള സാമ്പത്തികമായ വഴികളും ദൈവം തുറന്നു കൊടുത്ത് നല്ല മനസ്സോടെ ദൈവനാമത്തിന് വേണ്ടി ധാരാളം ചിലവഴിച്ച ഒരു മാതാവായിരുന്നു. എന്റെ വിവാഹം 17ാമത്തെ വയസ്സിൽ എന്റെ വിവാഹം നടക്കുവാൻ ഇടയായി. 18ാമത്തെ വയസ്സിൽ ദൈവം എനിക്കൊരു മകനെ തന്നു. മകൻ ജനിച്ച് ഏകദേശം 3 ദിവസമായപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവസ്ഥയിൽ തന്നെ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടുവാനിടയായി തീർന്നു. ശരീരം മുഴുവൻ നീല നിറമായി കുഞ്ഞ് മരിച്ചുപോയി. അങ്ങനെ ഡോക്ടർമാർ എടുത്തുകൊണ്ട് പോവുകയും 8 മാസം പ്രായമുള്ളപ്പോഴാണ് മകനെ ഞാൻ പ്രസവിക്കുന്നത്. അല്ലെങ്കിൽ 8 മാസത്തെ വളർച്ചയെ കുഞ്ഞിനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇങ്ങനെ ശരീര ചലനം നഷ്ടപ്പെട്ടപ്പോൾ ഡോക്ടർമാർ എടുത്തുകൊണ്ട് പോവുകയും അവിടെ കൂടി നിന്ന അടിയങ്ങളുടെ പിതാവ് മാതാവും അവിടെ കൂടി നിന്ന എല്ലാവരും അറിയാകുന്നത് പോലെ അന്നത്തെ കാലത്ത് ദൈവത്തോട് ഓരോ നേർച്ചകൾ നേരുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു. ഞാനും ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുവാനിടയായി. ദൈവം ദാനമായി തന്ന ആദ്യമായ ഒരു കുഞ്ഞിനെ തന്നത് യേശുപ്പ എനിക്ക് തിരിച്ചു തരണമേ എന്ന് പറഞ്ഞ് ഇവരോട് ചേർന്ന് കിടന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവാനിടയായിട്ട്
എന്നാൽ ചില നിമിഷങ്ങൾക്ക് ശേഷം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു കുഞ്ഞിന്റെ ശരീരത്തിൽ ചെറുതായിട്ട് ചലനമുണ്ട് എന്ന് പറയുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന്റെ കരുണയാൽ ജീവനുള്ള ഒരു പൈതലായി ദൈവം മടക്കി തന്നു. ജനിച്ച് 3 ദിവസം മാത്രം ഭൂമിയിൽ ജീവിക്കാൻ അവസരമുണ്ടായിരുന്ന കുഞ്ഞിന് ദൈവം ആയുസ് നീട്ടി തന്നു. ദൈവത്തിന്റെ കരുണയാൽ 37 വയസ്സുള്ള മകനായി ഇപ്പോൾ കാണപ്പെടുന്നു. 2 മക്കളുടെ പിതാവായും ദൈവം മകനെ എനിക്ക് ദാനമായി തന്നു. സ്തോത്രം. മകന്റെ വിവാഹം 25-ാമത്തെ വയസ്സിൽ നടക്കുവാനിടയായി. വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 7 വർഷത്തോളം മക്കളില്ലാതെ അവർ നിരാശയോടെയൊക്കെ ആയിരുന്ന അവസ്ഥകളുണ്ട്. എന്നാൽ പലരും ആശുപത്രിയിൽ പോകണമെന്നൊക്കെ നിർബന്ധിച്ച് 1-2 പ്രാവശ്യമൊക്കെ പോയി നോക്കിയെങ്കിലും തുടർന്ന് ചികിത്സകൾ നടത്തുന്നതിന് അവർക്ക് 2 പേർക്ക് താല്പര്യമില്ല. മകള് TPM ചർച്ചിലുള്ള കുഞ്ഞാണ്. അവള് ഞങ്ങളോട് ചേർന്നപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നു. 2 പേരും വിശ്വാസത്തിൽ നിൽക്കുന്നവരാണ്. അപ്പൊ ഞങ്ങളുടെ ചർച്ചില് ഉപവാസ പ്രാർത്ഥനയൊക്കെ വയ്ക്കുമ്പോൾ ഗസ്റ്റ് ആയിട്ട് വരുന്ന ദേവദാസന്മാർ അവർ 2 പേരുടെയും തലയിൽ കൈവച്ചിട്ട് പറയുമായിരുന്നു, ദൈവിക വാഗ്ദത്ത പ്രകാരമുള്ള തലമുറയെ ദൈവം നിങ്ങൾക്ക് തരും, കാത്തിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുമായിരുന്നു. അപ്പൊ ഈ വിഷയത്തിന് വേണ്ടി എന്റെ ഭർത്താവ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ 7 എന്നൊരു സംഖ്യ കർത്താവ് കാണിച്ചു കൊടുത്തു. അപ്പൊ മകനോട് പറഞ്ഞു, മോനെ 7 വർഷത്തിനകം ദൈവം നിനക്ക് തലമുറ തരും എന്ന് പറയുവാൻ ഇടയായിരിക്കും. അതുപോലെ ദൈവത്തിന് സമയമായപ്പോൾ ദൈവിക വാഗ്ദത്ത പ്രകാരമുള്ള ഹല്ലേലൂയ ഒരു മകളെ ദൈവം ദാനമായി നൽകി. ഹന്ന എന്നാണ് ആ മകളുടെ പേര്. ആ കുഞ്ഞിന് 7 വയസ്സായപ്പോൾ ഇപ്പൊ ഒരു മകനെ കൂടെ ദൈവം ദാനമായി നൽകി. ശമുവേൽ എന്നാണ് കുഞ്ഞിന്റെ പേര്. ഇപ്പൊ 1.5 വയസ്സ് പ്രായമുണ്ട്. ദൈവത്തിന്റെ കരുണയാൽ അവർ കുടുംബമായി ദൈവത്തെ ആരാധിപ്പാൻ ഇടയായി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, തലമുറയില്ലാതെ ഭാരത്തോടെ ആയിരിക്കുന്നു എങ്കിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണാം. ഡോക്ടർമാർ അസാധ്യം, തലമുറ കിട്ടുകയില്ല എന്നൊക്കെ വിധി എഴുതുമ്പോൾ നാം വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നമുക്കും തലമുറ തന്ന് മാനിക്കുവാൻ ഇടയായി തീരും. എന്റെ മകൻ ഇങ്ങനെ തലമുറ ഇല്ലായിരുന്നു. 7 വർഷം തലമുറ ഇല്ലാത്തത് കാരണം ആ സമയങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരുടെ ചോദ്യങ്ങൾക്ക് മുന്നില് ഞങ്ങൾ ഓരോന്നും പറയുവാൻ ബുദ്ധിമുട്ടിയതായ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് മക്കളില്ലാത്തവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ ധൈര്യമായി അവരെ പറഞ്ഞു കൊടുക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും, ഹല്ലേലൂയ എന്റെ മകൻ 7 വർഷമായപ്പോൾ തലമുറ തന്നുവെങ്കിൽ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം ഇന്ന് സഹായിക്കുന്നത്. ഒരു അനുഭവം പറയുകയാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് 15 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് തലമുറയില്ലാതിരിക്കുന്ന ഒരു സഹോദരി എന്നെ വിളിക്കുവാനിടയായിരിക്കും. മാനുഷ്യമായി ചിന്തിച്ചാൽ അവർക്ക് തലമുറ കിട്ടാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥയാണ്. അവരുടെ ഭർത്താവിന് ഏകദേശം 45 വയസ്സുണ്ട്. ക്യാൻസർ ആയിട്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളും മുറിച്ച് മാറ്റിയതായ ഒരു വ്യക്തിയായിരുന്നു. എങ്കിൽ ഈ മകൾക്ക് ഒരു തലമുറ വേണം എന്ന് പറഞ്ഞ ആഗ്രഹത്തോടെ കരഞ്ഞുകൊണ്ട് ഫോണിലൂടെ വിളിക്കുവാനിടയായിരിക്കും. എന്നാൽ ആ മകളോട് ഞാൻ പറഞ്ഞു, അവർ CSIയിൽ പോകുന്നു, ഇടയ്ക്കൊക്കെ ഇങ്ങനെ സ്പെഷ്യൽ മീറ്റിങ്ങിനൊക്കെ പോകുന്ന ഒരവസ്ഥയാണ്. പൂർണ്ണമായി ഇതിലോട്ടായിട്ടില്ല എങ്കിലും ഞാൻ അവളോട് പറയുവാനിടയായി, ഇനിയുള്ള നാളിൽ പൂർണ്ണമായി യേശുവിനെ മാത്രം ആത്മാവിന് സത്യത്തിൽ ആരാധിക്കുന്ന ഒരു കൂട്ടായ്മയിൽ കടന്നുപോയി ആരാധിച്ചാൽ ദൈവം നിനക്ക് തലമുറ തരുമെന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുവാനും അത് യേശുവിന്റെ രക്തം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ചു കുടിക്കാമെന്ന് പറയുവാനിടയായി. ആ സമയത്ത് ആ മകൾ വിശ്വാസത്തോടു കൂടെ അവൾ പോയി വെള്ളം എടുത്തിട്ട് വന്നു. യേശുവിന്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മകളിലുള്ള പൈശാചി ശക്തി വെളിപ്പെട്ട് വരുവാൻ ആ ഫോണിലൂടെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് അത് അലറി വിളിക്കുകയും ഞാൻ തന്നെയാണ് അവൾക്ക് മക്കളെ കൊടുക്കാത്തത് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അങ്ങനെ അലറി വിളിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. എന്നാൽ യേശുവിന്റെ രക്തത്താലും വചനത്താലും അവളെ മുദ്രയിടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ലേ, സ്വർഗീയ തീ ഇറങ്ങുന്നേ എന്ന് പറഞ്ഞ് ആ പൈശാചി ശക്തി ഞാൻ വിട്ടുപോകുന്നേ എന്ന് പറഞ്ഞ് വിട്ടുമാറുന്നത് ആ സൗണ്ട് കേൾക്കുവാനിടയായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് യേശുവിന്റെ രക്തം പറഞ്ഞ വെള്ളം കുടിക്കാനായിട്ട് പറയുകയും വെള്ളം കുടിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ മകൾ ഉള്ളിനകത്തുനിന്ന് എന്തോ സാധനങ്ങൾ ശബ്ദിച്ചു പോയി എന്ന് പറയുവാനിടയായിത്തീർന്നു. പിശാച് അവകാശം പറയുന്ന എന്തോ സാധനങ്ങൾ അവരുടെ ഉള്ളിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ദൈവത്തിന്റെ കരുണയാൽ അത് കഴിഞ്ഞ് ഏകദേശം ഒരു 3 മാസമായപ്പോൾ ആ മകൾ ഗർഭിണിയാണെന്ന് അറിയുകയും
ഇപ്പോൾ 2.5 വയസ്സുള്ള ഒരു ആൺകുഞ്ഞ് അവൾക്കുണ്ട് എന്നറിയുവാൻ ഇടയായിട്ട്. സകല മഹത്വവും എന്റെ യേശു കർത്താവിന് മാത്രമേ ഉള്ളൂ. നാം ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നുവോ അതേ അവസ്ഥയിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവം നമ്മെ ഒരുക്കിയെടുക്കുന്നതാണെന്ന് എന്റെ ഓരോ അനുഭവത്തിലൂടെയും കർത്താവ് എന്നെ പഠിപ്പിക്കുകയായിരുന്നു. ആമേൻ, സ്തോത്രം. എന്റെ മകനെ പ്രസവിച്ച് 4 വയസ്സ് കഴിഞ്ഞപ്പോൾ ദൈവം എനിക്കൊരു മകളെ ഗർഭിണിയാവാനിടയായി. ആദ്യത്തെ കുഞ്ഞിനെ 8-ാം മാസത്തിൽ പ്രസവിച്ചത് കാരണം യൂട്രസ് കട്ടി കുറവായത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് 2ാമത്തെ കുഞ്ഞ് ഗർഭിണിയായപ്പോൾ മുതൽ ബെഡ് റെസ്റ്റ് ആയിട്ട് കിടക്കുകയായിരുന്നു. എന്നാൽ 7 മാസമായപ്പോൾ സുഖമില്ലാതാവുകയും തിരുവനന്തപുരം തൈക്കാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നെ അഡ്മിറ്റ് ചെയ്യുകയും കട്ടിലിന്റെ ഒരു ഭാഗം ചുടുകട്ട വെച്ച് ഉയർത്തി ഇങ്ങനെ തലകീഴായി കിടത്തിയിരുന്ന അവസ്ഥയായിരുന്നു. 3 മാസം വരെ ആശുപത്രിയിൽ ഒരേ കണക്കിന് കിടക്കുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ അതിനിടയ്ക്ക് പലപ്പോഴും വയറുവേദനയും അസ്വസ്ഥതയും വന്ന് കുഞ്ഞ് പുറത്തു വരുമെന്നുള്ള രീതിക്ക് പല സമയങ്ങളിൽ ലേബർ റൂമിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ ഈ സമയങ്ങളിലൊക്കെയും ദൈവം തന്റെ ദൂതന്മാരെ അയക്കുന്നു എന്ന് പറഞ്ഞതുപോലെ എന്റെ അനുഭവത്തിൽ ഒരു ദൈവദാസനെ, ഒരു ദൂതനെ പോലെ എല്ലാ ദിവസവും വൈകിട്ട് 4 മണിയാവുമ്പോൾ ആ ദൈവദാസൻ കടന്നു വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ കുഞ്ഞ് കിട്ടാൻ സാധ്യതയില്ല എന്ന് എല്ലാ വ്യക്തികളും ഡോക്ടർമാരും പറയുമ്പോഴും ഈ ദൈവദാസൻ വന്നിട്ട് എന്നെ ധൈര്യപ്പെടുത്തുമായിരുന്നു. ഈ കുഞ്ഞിനെ നിനക്ക് ദൈവം തരും, നീ വിശ്വസിക്കുക, യേശുവിന്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നീ കിടക്കുക, ഈ കുഞ്ഞിനൊരു ദോഷവും വരാതെ വണ്ണം യേശു അപ്പൊ നിനക്ക് തരും എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. സ്തോത്രം. ദൈവത്തിന്റെ കരുണയാൽ പൂർണ്ണ വളർച്ച എത്തുന്നത് വരെയും ഒരു ദോഷവും കുഞ്ഞിന് വരാതെ 9 മാസം 9 ദിവസവും വരെ ഹല്ലേലൂയ ആ കുഞ്ഞിനെ കർത്താവ് സൂക്ഷിച്ച് ഒരു കേടുപാടുമില്ലാത്ത, ഒരു ഊനവുമില്ലാത്ത ഒരു പൈതലിനെ, ഒരു മകളെ ദൈവം ദാനമായി നൽകി. എത്രയോ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ എത്രയോ മാതാക്കൾക്ക് ഗർഭിണിയായിരിക്കുമ്പോഴും കുഞ്ഞ് ജനിക്കുമ്പോഴും ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയില് പിശാച് പലപ്പോഴും ആ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തുവാനായി ശ്രമിച്ചെങ്കിലും യേശുവിന്റെ രക്തത്താൽ യേശുപ്പം മുദ്രയിട്ട് കാത്തത് കൊണ്ട് കുഞ്ഞിനൊരു ദോഷം വരാതെ ദൈവം കാത്തു. ആ മകൾക്ക് 21 വയസ്സുള്ളപ്പോൾ അവളുടെ വിവാഹം നടക്കുവാൻ ഇടയായി തീർന്നു. എറണാകുളത്തിന്റെ ഭാഗത്താണ് മരുമകന്റെ വീട്, അവിടെയാണ് അവരുടെ താമസം. അവൾക്ക് ദൈവം 2 ആൺമക്കളെ ദാനമായി നൽകി. മൂത്ത മകന്റെ പേര് അൽവിൻ എന്ന്. ആ കുഞ്ഞിന് 8-ാം ക്ലാസ്സിൽ ഇനി അടുത്ത് 8ലേക്ക് ആവുന്നു. ഇളയ കുഞ്ഞിന്റെ പേര് ഏബൽ എന്നാണ്. ആ കുഞ്ഞ് ഇനി 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്റെ കുടുംബത്തിലേക്ക് ഒന്നുകൂടെ വരികയാണെങ്കിൽ, എന്റെ വിവാഹം കഴിഞ്ഞ് എന്റെ മകനെയൊക്കെ പ്രസവിച്ച് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡ് ഭാഗികമായി ഇപ്പോ ഒരു ദൈവദാസനായിട്ടിരിക്കുന്നു. എന്നാൽ അന്നത്തെ കാലത്ത് സ്വന്തമായി പ്രിന്റിംഗ് പ്രസ് കാട്ടാക്കടയിൽ റോസ് പ്രസ് നടത്തുന്നത് എന്റെ ഹസ്ബൻഡാണ്. കാട്ടാക്കടയ്ക്ക് അടുത്ത് കിള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് മിനി എസ്റ്റേറ്റിലും മുരളിയ ഡയറി ഫാമിന്റെ ഫ്രണ്ടിലും 2 സ്ഥാപനം നടത്തുന്നത് റോസ് ഫ്ലെക്സ് ആൻഡ് ഡിജിറ്റല്, അത് നടത്തുന്നത് എന്റെ മകനാണ്. അപ്പൊ കുടുംബത്തിലെ എല്ലാവരും പ്രിന്റിംഗ് പ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് മകളും പ്രസിന്റെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു മുറിയിൽ ആദ്യം തുടങ്ങുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ എന്റെ വിവാഹത്തോടനുബന്ധിച്ചാണ്, എന്റെ വിവാഹത്തിന് 6 മാസം മുന്നേ പ്രസ് തുടങ്ങുവാൻ ഇടയായി തീർന്നു. എന്നാൽ പ്രസ് തുടങ്ങി കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ സ്വന്തമായൊരു മാസിക തുടങ്ങുവാൻ ഇടയായി. അപ്പൊ അതിന്റെ കഥയും കവിതയൊക്കെ എഴുതാൻ ഓരോ എഴുത്തുകാരെയൊക്കെ കാണാൻ പോയി എടുത്തു വന്നപ്പോ ഹല്ലേലൂയ പാർട്ടികൾ തുടങ്ങുകയും നിസ്സാരമായി കളി പോലെയൊക്കെ തുടങ്ങിയതാണ് ചെറുതായിട്ട് അങ്ങ് മദ്യപാനം തുടങ്ങുകയും പിന്നത്തേതിൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മുഴുക്കുടിയനായി മാറുന്ന അവസ്ഥയായിരുന്നു. ഹല്ലേലൂയ. കടം കൊണ്ട് നിവൃത്തിയില്ലാതെ 6 മാസം എറണാകുളത്ത് ഡൽഹിയുടെ പ്രദേശത്തേക്ക് ഒളിച്ചോടിപ്പോയ അവസ്ഥയുണ്ടായി, കടക്കാരെ ഭയന്നിട്ട്. എന്നാൽ അവിടെ പോയ സമയത്ത് അവിടെ അടുത്തുള്ളൊരു AG ചർച്ചിൽ പോകാൻ ദൈവം അവസരം ഒരുക്കി. അവിടെ പോയപ്പോ ദൈവത്തിന്റെ ആലോചന ഒരു ദൈവദാസനിലൂടെ കേൾക്കുവാൻ, നിന്നെ നീ വന്ന സ്ഥാനത്തേക്ക് നിന്നെ മടക്കി അയക്കും, ഇനിയുള്ള നാളുകൾ നിനക്ക് ദൈവത്തെ അറിയാൻ ഒരു അവസരമാണ്, ദൈവം നിന്റെ കഷ്ടതയിലൂടെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ് എന്ന് പറയുവാനിടയായിത്തീർന്നു. എന്നാൽ 6 മാസങ്ങൾക്ക് ശേഷം തിരിച്ചു വരുവാനിടയായി തീർന്നു. വീണ്ടും ഇവിടെ വന്നെങ്കിൽ ഇടയ്ക്കും മുറയ്ക്കും കുടിക്കും, വീണ്ടും ഭയങ്കര പ്രശ്നങ്ങളായി. പിന്നെ മുഴുവനായിട്ട് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കുടിച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥയായിരുന്നു.
സാധാരണ ആൾക്കാർ പകല് കുടിച്ചിട്ട് പകല് ജോലി ചെയ്യും, രാത്രി കുടിച്ചിട്ട് കിടക്കുന്ന അവസ്ഥ. ഇത് രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ കുടിച്ചിട്ട് റോഡിന്റെ ഒക്കെ സൈഡിൽ ബോധമില്ലാതെ കിടന്നിട്ട് മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് കിടക്കുമായിരുന്നു. ഇത് കണ്ടിട്ട് ഹൈന്ദവരായ ആൾക്കാർ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, ഈ സ്വന്തമായിട്ട് സ്ഥാപനം നശിക്കുന്നതിന് വേണ്ടിയുള്ള ക്ഷുദ്രപ്രയോഗങ്ങൾ ഈ വ്യക്തിക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി തീർക്കണം എന്ന് പറഞ്ഞ്. അന്നത്തെ കാലത്ത് എവിടെ കൊണ്ടുപോയെങ്കിലും ഒരു വിടുതൽ കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടെ ഗവൺമെന്റ് തലത്തിൽ കുടിനിർത്തുന്ന അനേക സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അനേക ദിവസങ്ങൾ കിടത്തി ചികിത്സിച്ചിട്ടുണ്ട്. എന്നാൽ കുറച്ച് ദിവസം, 6 മാസം 1 വർഷം വരെ കുടിക്കാതിരുന്നിട്ടുണ്ട്. എന്നാൽ വീണ്ടും കുടിക്കുന്ന അവസ്ഥയാണ്. അതിനുശേഷമായിട്ട് നാമധേയമായി ഈ കത്തോലിക്ക പള്ളിയുടെ കീഴിലൊക്കെ പിശാചിനെ ഒഴിപ്പിക്കുന്ന സ്ഥലങ്ങളും അങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ അവിടെയും കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്നും ഒരു പൂർണ്ണമായൊരു വിടുതൽ കിട്ടുവാൻ കഴിഞ്ഞില്ല. കുടിച്ചിട്ട് വന്ന് വീട്ടിൽ വന്നിട്ടും ഇങ്ങനെ പിശാചുകൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നെ ഇന്ന സ്ഥലത്തുനിന്ന് ആൾക്കാർ പറഞ്ഞു വിട്ടേണ്, ഇന്നത് ചെയ്തിട്ട് എനിക്ക് ഇന്ന തന്ന് എന്നെ പറഞ്ഞു വിട്ടേണ്, ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇത് ഈ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി തീർക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെയും കൊണ്ടുപോയിട്ടുണ്ട്. എവിടെ നിന്നെങ്കിലും ഒരു വിടുതൽ കിട്ടണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ. അന്ന് നമ്മൾ നാമധേയമായി CSIയിൽ ആരാധിക്കുന്ന അവസ്ഥയായിരുന്നു. യഥാർത്ഥമായി സത്യദൈവത്തെ അറിഞ്ഞുകൂടാത്ത അവസ്ഥയിലെ ഒരു വിടുതൽ കിട്ടണം എന്നുള്ള രീതിക്ക് അങ്ങനെയും കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ അവിടെ എല്ലാം കൊണ്ടുപോയി എന്തെല്ലാം അവർ പറഞ്ഞതുപോലെ ഒക്കെ ചെയ്തെങ്കിലും പൂർണ്ണമായൊരു വിടുതൽ കിട്ടുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെന്തക്കോസ്ത് ചർച്ചിലെ ഒരു ദൈവദാസൻ പാസ്റ്റർ ജോൺ റോസ് അവറുകൾ ഞങ്ങളുടെ പ്രിന്റിംഗ് പ്രസ്സില് നോട്ടീസ്, ചർച്ചിന്റെ ആവശ്യത്തിന് കൺവെൻഷൻ നോട്ടീസ് പ്രിന്റ് ചെയ്യാൻ കൊടുക്കാനായിട്ട് വന്നതാണ്. എന്നാൽ അഡ്വാൻസ് വാങ്ങിച്ച ആള് കുടിച്ചും കൊണ്ട് കിടക്കുന്ന സാധനം കൊടുത്തിട്ടില്ല, സാധനം റെഡി ആയിട്ടുമില്ല. അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ച്, അപ്പൊ എന്റെ ഹസ്ബൻഡ് ആ മിഷ്യന്റെ ഇടയ്ക്ക് കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ഇങ്ങനെ ഞാൻ ആ മേശയുടെ അടുത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ആ ദൈവദാസൻ വന്നിട്ട് ചോദിച്ചു, എന്ത് ഇങ്ങനെ വിഷമമായിട്ടിരിക്കുന്ന? അപ്പൊ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല പാസ്റ്റേ, ഒന്നുമില്ല. അപ്പൊ അവരിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുവാൻ ഇടയായിത്തീർന്നു. അന്നത്തെ സമയത്തൊക്കെ ഞാൻ വെറും അസ്ഥി മാത്രമുണ്ട്, യാതൊരു പ്രത്യാശയും പ്രതീക്ഷയും ഇല്ലാതെ എല്ലും തോലുമായിരുന്ന അവസ്ഥയിലാണ് ദൈവദാസൻ എന്നോട് എന്റെ അനുഭവങ്ങൾ ഇങ്ങോട്ട് പറയുവാൻ ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസനിലൂടെ ഇടപെടുകയും എന്നോട് എന്റെ കഴിഞ്ഞ കാല ജീവിതത്തെ കുറിച്ച് പറയുവാനും ഇടയായിട്ട്. എന്നിട്ട് ആ ദൈവദാസൻ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ് അവരോട് ചേർന്ന് ദൈവത്തെ ആത്മാവിനും സത്യത്തിലും ആരാധിക്കുവാനായി ആ പെന്തക്കോസ്ത് ചർച്ചിൽ കടന്നു ചെല്ലുവാനായി ക്ഷണിക്കുവാനിടയായിരുന്നു. ദൈവത്തിന്റെ കരുണയാല് എന്റെ ഭർത്താവിനെ കുടിക്കൊണ്ടിടുന്ന അവസ്ഥയിൽ എവിടെ കൊണ്ടുപോയെങ്കിലും ശരിയാക്കി എടുത്താൽ മതി എന്നുള്ള ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ സ്വയമായിട്ട് നിയന്ത്രിച്ച് നിൽക്കാൻ പറ്റാത്തത് കാരണം പിശാച് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെ ചർച്ചിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ പോയി ആ വിടുതൽ കിട്ടി, പിശാച് വിട്ടുപോകുമല്ല എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ ആ ചർച്ചിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്ന് കാട്ടാക്കടയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിൽ വരാൻ. അതിനിടയ്ക്കുള്ള ഒരു സ്ഥലത്തായിട്ടാണ് ഈ പെന്തക്കോസ്ത് ചർച്ചും ഈ ദൈവദാസനും താമസിക്കുന്നത്. എന്നാൽ അന്ന് വൈകിട്ട് അവിടെ കടന്നു പോകാൻ ഇടയായി തീർന്ന ഒരു സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്ക് പ്രസ് അടച്ചിട്ട് ഒരു ഓട്ടോയിൽ അവിടെ കൊണ്ടുപോയി. എന്നാൽ റോഡിൽ നിന്ന് കുറച്ചു ദൂരം മുകളിൽ ഒരു റബ്ബർ തോട്ടത്തിൽ കൂടെ മുകളിലായിട്ടാണ് ആ ചർച്ചും വീടും ഇരിക്കുന്നത്. എന്നാൽ ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഈ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ കുരവേറ്റയിട്ട് കൊണ്ട് പോകുന്ന അതുപോലെ എന്റെ ഇങ്ങനെ പൈശാചിക ശക്തി വെളിപ്പെട്ടിട്ട് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഇറങ്ങി ഓടുവാനിടയായിട്ട്. ഞാൻ കരുതി, കർത്താവ് ഈ രാത്രി നേരം ഇനി എവിടെ പോയി കണ്ടുപിടിക്കും, റബ്ബർ തോട്ടത്തിന്റെ ഇടയ്ക്ക് എങ്ങോട്ട് പോയെന്ന് അറിയുന്നില്ലല്ലോ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് കൂടെ ഉണ്ടായിരുന്നു. ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് വേറെ എങ്ങും വഴിതെറ്റി പോകാതെ ഈ റബ്ബർ തോട്ടത്തിന്റെ ഇടയ്ക്കൂടെ ആ ചർച്ചിന്റെ ഫ്രണ്ടിൽ ആ വാതിലിൽ ചെന്ന് പിടിച്ചും കൊണ്ട് നിൽക്കുവാനിടയായി തീർന്നു. ഞാൻ അതിന്റെ പിറകെ ഓടി ഇരുട്ടത്ത് തപ്പിപ്പിടിച്ചൊക്കെ ഇങ്ങ് വന്ന് നോക്കിയപ്പോ ആ ദൈവദാസൻ എന്നോട് വന്ന് ഈ യേശുവിന്റെ കാര്യങ്ങൾ കർത്താവിന്റെ അരികിലേക്ക് വരാനും ചർച്ചിൽ വരാനും എന്നോട് പറഞ്ഞിട്ട് ഈ ദൈവദാസൻ ഇവിടെ വന്ന് ചർച്ചിന്റെ അവിടെ ഫ്രണ്ടിലിരിക്കുന്ന മേശയുടെ അവിടെ തറയിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, ദൈവമേ ആ സഹോദരനെ കുടുംബത്തെ ദൈവം കൊണ്ടുവരണമേ, രക്ഷിക്കണമേ. ഞങ്ങൾ ചെന്നപ്പോ ഞാൻ ആ വാതിൽ ചെന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോ ഞങ്ങൾക്ക് വേണ്ടി ദൈവദാസ അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ മഹാകരുണയാൽ ആ പാവപ്പെട്ട ദൈവദാസന്റെ കണ്ണുനീരിനെ മാനിച്ച് ദൈവം
ഒരു ദോഷവും ഇല്ലാതെ ആ രാത്രി വേറെ എങ്ങും ഓടി പിശാച് കൊണ്ടുപോവാൻ ഇടയാകാതെ ചർച്ചിൽ തന്നെ എത്തുവാനും അവിടെ ചെന്ന് വാതിലിൽ പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദേവദാസൻ പറഞ്ഞു, സഹോദര ഞാൻ അകത്ത് കയറി വാ എന്ന് പറഞ്ഞു. അങ്ങനെ ചർച്ചിന്റെ ഫ്രണ്ടിലായിട്ട് തറയിൽ പായിട്ടിരിക്കുകയായിരുന്നു. അവിടെ പോയി അവിടെ ഇരിയെന്ന് പറഞ്ഞ് അവിടെ കൊച്ചു കുട്ടികളടുത്ത് പറഞ്ഞ് അനുസരിക്കുന്നത് പോലെ ഈ പൈശാചി ശക്തി ദേവദാസന് കീഴ്പ്പെട്ട് അവിടെ ഇരിക്കുവാനിടയായി. തുടർന്ന് ദേവദാസൻ പ്രാർത്ഥിക്കുവാനും കുറെ നാളുകൾ, അതായത് ആരാധന മുടങ്ങുമ്പോൾ വീണ്ടും പിശാചി കയറും, വീണ്ടും കുടി തുടങ്ങും. എന്നാൽ തുടർച്ചയായിട്ട് ആരാധനയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല. അങ്ങനെ കുറെ വർഷങ്ങൾ തന്നെ ഈ പൈശാചിക ശക്തികൾ വിട്ടുമാറുന്നതിന് സമയമെടുത്തു എന്നുണ്ടായിരുന്നു. 1-2 ദിവസം കൊണ്ടല്ല, വർഷങ്ങളോളം. കുടിക്കുന്ന സമയത്ത് വീണ്ടും കൊണ്ടുപോകും, ഉപവസിച്ച് പ്രാർത്ഥിക്കും, വീണ്ടും ഈ പൈശാചിക ശക്തികൾ വിട്ടുപോകും. അങ്ങനെ നാളുകൾക്ക് ശേഷം ഇന്നത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു ദൈവദാസനായി കർത്താവ് രൂപാന്തരപ്പെടുത്തി. അനേക മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, യേശുവിന്റെ രക്തം പറഞ്ഞ് വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ അവരുള്ള പൈശാചിക ശക്തി വിട്ടുമാറുകയും അവർ ദൈവമക്കളായി തീരുകയും ചെയ്യുവാൻ ഒരു ദൈവദാസനായി കർത്താവ് രൂപാന്തരപ്പെടുത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. 2 ചർച്ച് പണിയുവാനും അവിടെ ശുശ്രൂഷകനായിരിക്കാനും ദൈവം സഹായിച്ചു. ഇപ്പൊ പൊതു ശുശ്രൂഷയായിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ ഓരോ ചർച്ചകളിൽ പോയി സാക്ഷ്യവും അനുഭവവും ദൈവോചനായിട്ട് പറയുവാൻ ദൈവം സഹായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നോട് വിളിച്ചും ആൾക്കാര്, മദ്യപാനികളായിരിക്കുന്ന സഹോദരന്മാരെ വിളിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരെ വിളിച്ചിട്ട്, എന്റെ ഭർത്താവ്, എന്റെ സഹോദരൻ, അല്ലെ എന്റെ ബന്ധു ഇങ്ങനെ കുടിയരാണ്, നിങ്ങളുടെ സാക്ഷ്യം, ഞാൻ അനുഭവ സാക്ഷ്യത്തിന്റെ ഒരു ട്രാക്ട് ബുക്ക് പ്രിന്റ് ചെയ്തിറക്കുവാൻ ദൈവം സഹായിച്ചു എന്റെ അനുഭവങ്ങൾ വെച്ചിട്ട്. അപ്പൊ അതിലൂടെ മദ്യത്തിന്റെ അവസ്ഥയെന്ന്, മദ്യപാന പിശാചിൽ നിന്ന് യേശു വിടുവിച്ചു എന്നുള്ളത് ആ ഹെഡിങ് കണ്ടിട്ട് അനേകർ വിളിക്കുവാനും അവർക്ക് ഫോണിൽ കൂടെ യേശുവിന്റെ രക്തം പറഞ്ഞ വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് പൈശാചിക ശക്തികൾ വിട്ടുമാറുകയും ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ശബ്ദിച്ചു പോവുകയും, ഹല്ലേലൂയ, അവർ തുടർന്ന് ദൈവത്തെ ആരാധിക്കുന്നതിനും അങ്ങനെ അനേകർ ദൈവത്തിന്റെ കരുണയാൽ. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന ഒരു ചെറിയൊരു ഓടട്ട വീടാണ്. ആ വീട്ടിലാണെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ചെതലെല്ലാം വന്ന് വീഴും. അപ്പൊ ഭർത്താവ് കുടിച്ചു കൊണ്ട് കിടക്കുന്ന, വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റുന്നില്ല, കടമായിട്ട് അങ്ങനെ വളരെയധികം കഷ്ടതയുടെ അവസ്ഥയിലൂടെ 2 കുഞ്ഞു മക്കള്. എന്നാൽ ദൈവത്തിന്റെ കരുണയാൽ എന്റെ ഭർത്താവ് ഇങ്ങനെ സ്നാനമെടുത്ത് ആ ചർച്ചിലെ പാസ്റ്റർ പിന്നെ കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരിക്കാം ആ ദേവദാസന്, ആ പാവപ്പെട്ട ദേവദാസന് മനസ്സ് കൊടുക്കും ഇവരെ കൂടെ കൊണ്ടു നടന്ന് ഓരോ ചർച്ചകളിൽ കൊണ്ടുപോവുകയും സാക്ഷ്യം പറയുകയും വചനം പറയുവാനും ഒക്കെ ഇങ്ങനെ കൊണ്ട് നടന്ന് പിന്നത്തേതിൽ ആത്മീയമായിട്ടൊരു വർദ്ധന. ഇപ്പൊ നമ്മുടെ വീട്ടിലന്ന് ആ ചർച്ചിൽ പോകണമെന്നുണ്ടെങ്കിൽ ഓട്ടോ പിടിച്ച്, അന്നൊന്നും നമുക്ക് സ്വന്തമായിട്ടൊന്നും വണ്ടിയില്ല. ദൈവത്തിന്റെ കരുണയാൽ ഇന്ന് 2 മക്കൾക്കും ദൈവം 2 കാറ് തന്നിട്ടുണ്ട്, ഹസ്ബൻഡിന് 2 വീലർ, ഇങ്ങനെയൊക്കെ ദൈവം തന്നെന്ന് നമ്മളെ മാനിച്ച്. അന്നത്തെ അവസ്ഥയിൽ ഓട്ടോ പിടിച്ചും ബസ്സിൽ കുഞ്ഞു കുട്ടികളെയും കൊണ്ട് നടന്നും ഒക്കെ ശരിക്കും ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ സമയത്ത് ഞാൻ ആരാധനയ്ക്ക് പോകുമ്പോഴും അറിയത്തക്ക ഏതെങ്കിലും 1-2 പേരെങ്കിലും കൂടെ കൊണ്ടുപോകും. എന്റെ ഭർത്താവ് കുടിച്ചുകൊണ്ട് കിടക്കുന്ന അവസ്ഥയിലും ഇവരെ ഏതെങ്കിലും ചർച്ചയിൽ കൊണ്ടുപോകണമെങ്കിൽ അപ്പോഴും ഏതെങ്കിലും 1-2 കുടിയന്മാരെ കൂടെയെങ്കിലും ആട്ടയിൽ കയറ്റിക്കൊണ്ടുപോകും, അവരെ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു മനസ്സ് അന്ന് ദൈവം തന്നിരുന്നു. ആ ദൈവത്തിന്റെ പദ്ധതികൾ ചിന്തിച്ചാല് എത്ര എന്ന് പറഞ്ഞാലും മതിയാകുകയില്ല. ദൈവം ഓരോ മനുഷ്യന് ഓരോതിലൂടെ കടത്തി വിട്ടിട്ട്, അപ്പൊ ഇതേ അവസ്ഥയിലൂടെ പോകുന്നവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ അത് അനുഭവിച്ചത് കൊണ്ട്. അപ്പൊ അന്നും ഇതുപോലെ പലരെയും കൊണ്ടുപോയി പല ചർച്ചകളിലും കൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അവർക്ക് സമാധാനമുള്ള ജീവിതം ഉണ്ടാവണം എന്ന ലക്ഷ്യത്തോടെ അവർ യേശുവിന്റെ രക്ഷനെ അംഗീകരിക്കണം, അവർ നിത്യജീവൻ എന്നോടൊപ്പം കാണണം, ഇങ്ങനത്തെ ആഗ്രഹത്തോടെ അന്നേ മുതൽ ദൈവം എനിക്ക് അങ്ങനെ ഒരു കൃപ കർത്താവ് തന്നിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ കരുണയാൽ ഇത്രയും ദൂരം ആരാധനയ്ക്ക് പോകുന്നത് കൊണ്ട് ആ ദേവദാസൻ വന്നിട്ട് പറഞ്ഞ്, 1 വർഷം വരെ ഞങ്ങൾ പിന്നെ അവിടെ തന്നെ പോയി. എന്റെ ഹസ്ബൻഡ് ആ ചർച്ചയിൽ നിന്ന് സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. എന്റെ 2 മക്കള്, മോൻ 10ാം ക്ലാസ്സിലും മോൾ 8ാം ക്ലാസ്സിലും പഠിക്കുമ്പോഴേ അവിടുത്തെ ചർച്ചിലെ പാസ്റ്റർ 2 മക്കൾ ഇതേ പ്രായത്തില്, ഒരു മോനും ഒരു മോളും ഉണ്ടായിരുന്നു. ഈ 4 കുഞ്ഞുങ്ങളെയും കൂടെ ഒരുമിച്ച് സ്നാനപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. സ്നാനപ്പെട്ട് അന്ന് അവിടെ ഒരു ചെറിയൊരു ഷീറ്റ് ഇട്ട ഒരു ചർച്ചാണ്. താഴെ നിന്ന് കുഞ്ഞുങ്ങൾ ആരാധിക്കുമ്പോൾ ഈ ഷീറ്റിന്റെ അത്രയും പൊക്കത്തിൽ ഇങ്ങനെ ചാടി ആരാധിക്കും. അതുകൊണ്ട് ഞങ്ങളൊക്കെ കൊതിയോടെ നോക്കിയിരിക്കുക, കർത്താവേ ഈ കുഞ്ഞുങ്ങൾ ആരാധിക്കുന്നത് പോലെ ഞങ്ങൾക്കും ആരാധിപ്പാനുള്ള അഭിഷേകത്തിന്റെ ശക്തി ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നോക്കിയിരുന്നിട്ടുണ്ട്. എന്നാൽ അത് കഴിഞ്ഞ് ഇപ്പൊ ഇത്രയും ബുദ്ധിമുട്ടി ആ ചർച്ചയിൽ പോകുന്നത് കൊണ്ട് ആ ചർച്ചിലെ ദേവദാസൻ പറഞ്ഞു, ഇനി നിങ്ങൾ ഇത്രയും ദൂരം വരണ്ട, അപ്പൊ ഇവിടുന്ന് കുറച്ച് ആൾക്കാരെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്, ഓട്ടോയിലായാലും
തല്ലി ഇടിച്ച് ഞെരുക്കിയെങ്കിലും ഒക്കെ രണ്ടു മൂന്നവരൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ആ ദേവദാസൻ പറഞ്ഞ് കൊണ്ടുവരുന്ന ആൾക്കാര് നിങ്ങളുടെ വീട്ടിലുള്ളവരും കൂടെ ചേർന്ന് നിങ്ങളുടെ വീട്ടിൽ വെച്ച് ആരാധന നമുക്ക് തുടങ്ങാം. അങ്ങനെ തുടങ്ങി, ഇടയ്ക്കുള്ള മീറ്റിംഗ് തുടങ്ങി. അപ്പൊ ഈ ഓടിട്ട വീടിന്റെ ഫ്രണ്ടിലെ വരാന്തയിലാണ് തുടങ്ങിയത്. ആദ്യം ഞങ്ങളുടെ വീട്ടിലെ 4 പേരും പിന്നെ അടുത്തുള്ള 2 പേര്, ഒരു പ്രായമുള്ള ഒരു അപ്പച്ചനും ഒരു പ്രായമുള്ള ഒരു അമ്മച്ചിയും, 2 വീട്ടിലുള്ള 2 പേര്. അവർക്ക് 2 പേർക്കും വീട്ടിൽ ആരും ഇല്ല. അപ്പൊ അവരെ ഞാനിങ്ങനെ സ്നേഹത്തോടെ അണച്ചു പറക്കി ആഹാരമൊക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലും അവരെ ദൈവത്തിലോട്ട് കൊണ്ടുവരണമെന്നുള്ള ആ ആഗ്രഹത്തോടെ അങ്ങനെ ആരാധന തുടങ്ങാനിടയായി. അങ്ങനെ 1 വർഷം ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ആരാധന നടത്തി. ആദ്യമായിട്ട് ആരാധന തുടങ്ങി, പിന്നത്തേത് ഞായറാഴ്ച തുടങ്ങി. പിന്നെ അത് നിറയെ ആൾക്കാരാവാൻ ദൈവം സഹായിച്ചു. അനേകർക്ക് വന്ന് അനേക പൈശാചിക ബന്ധനമുള്ളവരെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് വിട്ടുപോകുന്നു. കുടിയന്മാർ വന്ന് അതെല്ലാം ശരിയാവുന്നു. മക്കളില്ലാത്തവരെ കൊണ്ടുവന്ന് വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ അതിശയം. ഒരു വ്യവസ്ഥാക്കുളം തന്നെയായിരുന്നു കർത്താവ് നമ്മുടെ ഭവനത്തിൽ. ആ കുഞ്ഞു വീടാണെന്നുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യത്തിൽ ദൈവം നിറച്ചു. അങ്ങനെ ഇരിക്കെ വന്ന ദൈവദാസന് ഞങ്ങളുമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനിടയായിട്ട് ദൈവമേ, ഞങ്ങൾക്കൊരു വീടിനടുത്തായിട്ട് തന്നെ ഒരു ആലയം തന്നാല് ഈ ദേശത്തില് അടുത്തൊന്നും വേറെ പെന്തക്കോസ്റ്റ് ചർച്ച് ഇല്ല. ഒരു ലൂതറൻ ചർച്ച് കുറച്ചു ദൂരം മാറിയുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ആരാധനയ്ക്ക് ഒരു സ്ഥലം തന്നാല് ഇവരെല്ലാം കൂട്ടി ആരാധിക്കാൻ ഒരു അവസരമാവുമല്ലോ കർത്താവേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാനിടയായി. ദൈവത്തിന്റെ കരുണയാൽ ഇന്ന് ഞങ്ങൾ താമസിക്കുന്നത് ചർച്ചിന്റെ തൊട്ട് പിറകിലായിട്ട് താഴെ ഒരു നിലയും മേളിലൊരു പ്രയർ ടവറുമാണ്. അവിടെ ഇരുന്നാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. അപ്പൊ അതിന്റെ അടുത്തായിട്ട് തന്നെ ഞങ്ങളുടെ വീടിന്റെ മതിൽ കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഒരു 15 സെന്റ് സ്ഥലവും ഒരു ചെറിയൊരു ഷീറ്റിട്ട വീടും കിട്ടാൻ. അവിടെ ഒരു അമ്മച്ചി മാത്രമേ ഉള്ളായിരുന്നു. അവര് കത്തോലിക്കയിലുള്ളവരാണ്. അപ്പൊ അമ്മച്ചി സുഖമെല്ലാം നടക്കുമ്പോ ഞാൻ എന്ത് ചെയ്യും, അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു വർഷം ആരാധന നടക്കാൻ സമയത്ത് ഇവരെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, അപ്പൊ ഷുഗർ ഉള്ളത് കൊണ്ട് ഗോതമ്പ് ദോശയും പഞ്ചസാരയിടത്തെ തേയിലേക്ക് ഇട്ടുകൊണ്ട് കൊടുത്ത് എങ്ങനെയെങ്കിലും അവരാണച്ച് ദൈവസേനയെ കൊണ്ടുവരാനായിട്ട് ഞാൻ നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ 1-2 ദിവസമൊക്കെ ആരാധനയ്ക്ക് വന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞപ്പം കത്തോലിക്ക പള്ളിയിൽ അച്ഛനും കന്യാസ്ത്രീയൊക്കെ വന്ന് അവരെ വഴക്ക് പറഞ്ഞ് ഇനി ഇങ്ങനെ പെന്തക്കോസ്ത് ആരാധനയ്ക്ക് പോകരുത് എന്ന് പറഞ്ഞ് വിലക്കിയത് കാരണം അമ്മച്ചി വന്നില്ല. പിന്നെ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല, മക്കളൊന്നുമില്ല, ഒറ്റയ്ക്ക് താമസിക്കുന്നേ. അവര് മരിക്കുവാനിടയായിട്ട്. അപ്പൊ ആ വീട്ടിന്റെ ഒരു സൈഡിലായിട്ടാണ് അടക്കിയത്. അപ്പൊ ഈ 15 സെന്റ് സ്ഥലം അവരുടെ ബന്ധുക്കൾ വിൽക്കാനായിട്ട് ശ്രമിച്ചപ്പോ ഈ കല്ലറ കിടക്കുന്നത് കാരണം വിൽക്കാൻ പറ്റൂല. ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന വിധങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത വിധത്തിലാണ്. ദൈവത്തെ കരുണയാല് കൊടുക്കണം. ഈ 15 സെന്റ് സ്ഥലം ആ വീടുമായിട്ട് ഞങ്ങൾക്ക് വാങ്ങിക്കാൻ ദൈവം അവസരം ഒരുക്കി തന്ന് ഒരു ചിട്ടി കിട്ടി. അങ്ങനെ അത് വാങ്ങിക്കുകയും അതിന്റെ അകത്ത റൂമിന്റെ ചുവരുകളൊക്കെ എടുത്തിട്ട് ഒറ്റ ഹാളായിട്ട് കുറച്ചു നാൾ അവിടെ ആരാധന നടത്തുവാൻ ദൈവം സഹായിച്ചു. അപ്പൊ ധാരാളം ജനങ്ങൾ വരുവാൻ, അനേകര് വിടുതലിൻ്റെതായ ശുശ്രൂഷകളായിട്ട് ഉപവാസങ്ങൾ, പ്രാർത്ഥന. ചർച്ച് തുടങ്ങിയപ്പോ തന്നെ ആദ്യം 10 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയോട് കൂടെയാണ് ദൈവദാസം തുടങ്ങിയത്. ആ സമയത്ത് മാനസിക രോഗികളെ കൊണ്ടുവന്ന്, കുടിയന്മാര്, ഇങ്ങനെ പലരും കൊണ്ടുവന്ന് വളരെയധികം അത്ഭുതങ്ങളും അതിശയങ്ങളും പ്രവർത്തിച്ചാണ് കർത്താവ് ആ ചർച്ചിന്റെ പ്രവർത്തനം തുടങ്ങിയത്. ദൈവത്തിന്റെ കരുണയാൽ ധാരാളം ജനങ്ങൾ കടന്നു വരാനും അനേകര് അവിടുന്ന് സ്നാനപ്പെട്ട് കർത്താവിന്റെ സാക്ഷികളായിട്ടൊന്നും ദൈവത്തെ ആരാധിപ്പാനിടയായി. അവിടെ 3 വർഷം എന്റെ ഭർത്താവ് പാസ്റ്ററായിട്ടിരുന്ന് പ്രവർത്തിക്കാനിടയായി. ആ സമയത്ത് ആ 3 വർഷത്തേതായ കിട്ടുന്നതായ കാണിക്കൽ നമ്മുടെ കുടുംബത്തിൻ്റെതായ വരുമാനം കൂടെ എടുത്ത് അടുത്ത് വരുന്ന പാസ്റ്റർക്ക് താമസിക്കാനായിട്ട് സൈഡിൽ തന്നെ 2 മുറി, അടുക്കളയും ബാത്റൂമും എല്ലാം കൂടെ ചെയ്യാനും കർത്താവ് സഹായിച്ചു. അതുകൊണ്ട് ഇന്ന് ഈ അതിനുശേഷം ഞങ്ങൾ എബനേസർ മിഷൻ ചർച്ചിന് ആ സംഘടനയുടെ പേരിൽ ഞങ്ങൾ ഈ ചർച്ചും ഈ 15 സെന്റ് സ്ഥലം എഴുതി കൊടുക്കാനിടയായി തീർന്നു. അത് കഴിഞ്ഞപ്പോൾ 3 വർഷത്തിലൊരിക്കൽ ഓരോ പാസ്റ്റർമാരെ മാറ്റി വെക്കുകയും വരുന്ന ദൈവദാസന്മാർക്ക് അവിടെ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യാനും ദൈവം ഞങ്ങളിലൂടെ ഒരവസരം ഒരുക്കി എന്ന് മാത്രമേ പറയാൻ. സ്തോത്രം. സകല മഹത്വം എന്റെ യേശു കർത്താവിന് മാത്രം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മണ്ഡപത്തുകടവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അവിടെ ഒരു ചർച്ച്, അവിടെ ഇരുന്ന പാസ്റ്ററൊക്കെ സാമ്പത്തികമായിട്ട് കഷ്ടതയിലിരുന്ന ദൈവദാസന്മാർ. അപ്പൊ ചർച്ച് പണിയൊന്നും ചെയ്യാൻ പറ്റാതെ എല്ലാം കൂടി കോഴിക്കോട് പോലെ ഒരു ആലയമായിട്ട് വെച്ചിരുന്നത്. ദൈവത്തിന്റെ കരുണയാണ്. 2 വർഷം അവിടെ സഭാ ചാർജ് എടുക്കുന്നതിനും ജനലുകളെല്ലാം മാറ്റി വലിയ 3 പാളി ജനലും തറയൊക്കെ ടൈലിടാനും ഇങ്ങനെയൊക്കെ ഷീറ്റെല്ലാം മാറ്റി നല്ല പൈപ്പൊക്കെ ഇട്ട് നല്ലൊരു ചർച്ചാക്കാനും കർത്താവ് നമ്മളെ സഹായിച്ചു. ചർച്ചിലുള്ള പാവപ്പെട്ടവർ അവര് സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് ഐക്യമായിട്ട് അങ്ങനെ അവിടെ 2 വർഷം കർത്താവിന്റെ വേല ചെയ്യാനും ആലയം പണിയാനും ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു. സ്തോത്രം. സകല മഹത്വം എന്റെ യേശുവിന് മാത്രമേ ഉള്ളൂ. സ്തോത്രം.
നമ്മൾ ആലയത്തിന് വേണ്ടിയോ ദൈവദാസന്മാർക്കോ ദൈവമക്കൾക്കോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അലലിയ ഒരു ഗ്ലാസ് പച്ചവെള്ളം യേശുവിന്റെ നാമത്തിൽ കൊടുത്താലും അതിന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്നുള്ള ദൈവത്തിന്റെ വചനം എന്റെ ജീവിതത്തിൽ അനുഭവമാണ്. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലായിരുന്നപ്പോഴത്തേക്കും ഇവിടെ ചർച്ചിലാവുമ്പോഴത്തേക്കും വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കും. മാസം തോറും 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വയ്ക്കും. വേറെ ഗസ്റ്റ് ആയിട്ട് ദേവദാസന്മാരെ വായിക്കും. എല്ലാം കൂടെ ഒരു കുഞ്ഞാട്ടിന്റെ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണം പോലെയാണ് ചർച്ചിലെ ഓരോ മീറ്റിങ്ങുകൾ ഒരു ആഘോഷമായിട്ട്. പിന്നെ നമ്മുടെ പരിചയത്തിലുള്ള പ്രസ്സിൽ വരുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കൂട്ടി ഭയങ്കര ഒരു സന്തോഷത്തിൻ്റെതായ ഒരു അനുഭവം തന്നെയായിരുന്നു. എന്നാൽ ഞങ്ങള് പലരും ചോദിച്ചു, നിങ്ങള് ഈ 15 സെന്റ് സ്ഥലം എന്തിന് ആലയത്തിന് കൊടുത്തു, 5 സെന്റും ചർച്ചുമായിട്ട് കൊടുത്താൽ പോരെ എന്ന്. അപ്പൊ എന്റെ ഭർത്താവ് നല്ല മനസ്സോടെ അവര് പറഞ്ഞത്, ദൈവം തന്ന ദാനമാണ്. നമുക്കൊന്നുമില്ലായിരുന്നു, കടം കൊണ്ട് നിവർത്തിയില്ല, ഞാൻ ഒളിച്ചോടി പോയി വയ്ക്കുക. ദൈവം തന്ന ദാനമാണ്. ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു. ആ സമയത്ത് യേശുവപ്പം തന്നതാണ്. അത് മുഴുവനായിട്ട് തന്നെ ദൈവനാമത്തിന് വേണ്ടി ഞാൻ നല്ല മനസ്സോടെ എന്നെ കൊടുത്തത്. ദൈവം നമുക്ക് ഇനി തരും എന്ന് പറഞ്ഞ് അങ്ങനെ. ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാല്, ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന ഓടത്തെ വീട്, അത് പിന്നീട് ടെറസായിട്ട് വാർക്കാൻ ദൈവം സഹായിച്ച് ഒരു നിലയായിട്ട് വാർത്ത് അങ്ങനെ അവിടെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നു. പിന്നെ മകന്റെ മകളുടെയൊക്കെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ചർച്ചിന്റെ പുറകിലായിട്ട് ഒരു 5 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ടിരുന്നത്, അവിടെ ഒരു ചർച്ച്, ഒരു താഴെ വീടും മുകളിലൊരു പ്രെയർ ടവറുമായിട്ട് പണിയാൻ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വീട്ടിൽ താമസിക്കാൻ ആളില്ല. മോനൊക്കെ കാട്ടാക്കട പ്രസിന്റെ അടുത്തായിട്ട് ദൈവത്തിന്റെ കരുണയാൽ, ദൈവം ആർക്കും കടക്കാരനല്ല എന്ന് പറയും. നമ്മൾ 15 സെന്റ് സ്ഥലം ഈ കാട്ടാക്കട പഞ്ചായത്തിനകത്താണ് നമ്മുടെ വീട് വരുന്നത്. കാട്ടാക്കടയിൽ 6 കിലോമീറ്ററുടെ മാറിയിട്ടാണ് ഞങ്ങളുടെ വീട് വരുന്നത്, പഞ്ചായത്ത് ഏരിയയിൽ. അപ്പൊ 15 സെന്റ് സ്ഥലമായിട്ട് നമ്മൾ ചർച്ചിന് വേണ്ടി കൊടുത്തപ്പോ കാട്ടാക്കട പട്ടണത്തിൽ, കാട്ടാക്കടയിൽ നിന്ന് ഒരു 5 മിനിറ്റ് വേണ്ട മോന്റെ വീട്ടിൽ പോകാനായിട്ട്, ചിന്മയ സ്കൂളിന്റെ താഴെയായിട്ട് ഒരു 2 നില വീടും 15 സെന്റ് സ്ഥലമായിട്ട് ഒരു കൊട്ടാരം പോലൊരു വീട്, സ്വപ്നം കാണാൻ പോലും പറ്റാത്ത നിലയിൽ ഒരു കാനഡക്കാരുടെ വീടാണ്. അവരിവിടെ വീട്ടിലെ ഇവിടുത്തെ രീതിക്കൊക്കെ അവർ കെട്ടിടം വെച്ചിട്ട് അവർ ഇത് മൊത്തത്തിൽ വിറ്റിട്ട് കാനഡയിൽ കുടുംബമായിട്ട് താമസത്തിനായിട്ട് പോയതുകൊണ്ട് അവർ വിറ്റതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മള് നല്ല മനസ്സോടെ ദൈവനാമത്തിന് എന്ത് ചെയ്താലും 100 മടങ്ങാണ് അത് പ്രതിഫലം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ നാം ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ നമ്മുടെ തലമുറയെ ദൈവം അനുഗ്രഹിക്കുക. 7 തലമുറ വരെയും 1000 തലമുറ വരെയും അനുഗ്രഹിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സോടെ ഉള്ളവർ ഇല്ലായ്മയിലാണെങ്കിലും ഹല്ലേലൂയ ഉള്ളതുപോലെ കൊടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. ഇന്നും എൻ്റെ ഹസ്ബൻഡും മോനും കിട്ടുന്നത് ദശാംശം കൃത്യമായി, എൻ്റെ മകനും കുടുംബമായിട്ട് ഈ ചർച്ചിൽ തന്നെയാണ് വരുന്നത്, നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത്. കൃത്യമായി ദശാംശം എല്ലാ ഞായറാഴ്ചയും മാറ്റി വെച്ചിരുന്ന് കൊടുക്കുകയും ചർച്ചിൽ എന്ത് കാര്യം വന്നാലും മോനത് സ്വയമായിട്ട് ഏറ്റെടുക്കും. വേറെ ആർക്കും അത് വിട്ടുകൊടുക്കാതെ മോനറിയാം, ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ ദൈവം എന്നെ 100 മടങ്ങായിട്ട് വർദ്ധിപ്പിക്കും. ദൈവത്തിന്റെ കരുണയാൽ ഇന്ന് ആ മകൻ, നമ്മൾ വിതയ്ക്കുന്നത് എന്നെ കൊയ്യുമെന്നുള്ളതാണ്. അതേസമയം ചർച്ചിൽ വരുന്ന അനേകർക്ക് ഉള്ളവർ തന്നെയും സാമ്പത്തികമായിട്ട് ഉള്ളവർ പോലും എന്തെങ്കിലും ഒരു കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് മാറി നിൽക്കുമ്പോൾ ഈ മകൻ ചെയ്തത് കാരണം ഇന്ന് എല്ലാവർക്കും അത്ഭുത സാക്ഷ്യമാണ്. മോനിപ്പോ 37 വയസ്സാണ്. 3 കോടി രൂപയുടെ അധികമുള്ള മിഷ്യനുകൾ എല്ലാം ഗവൺമെന്റ് ലോണാണ്, നമ്മളെ സ്വന്തം പൈസയൊന്നും അല്ല. എങ്കിലും ഈ 37 വയസ്സായ മകൻ എടുക്കുവാൻ തക്കവണ്ണം കർത്താവ് ബുദ്ധി കൊടുത്ത് അതിനുള്ള വഴികൾ കർത്താവ് തുറന്നു കൊടുത്ത് ഏകദേശം 26 ജോലിക്കാരെ വെച്ച് ജോലി ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. അപ്പൊ നാം ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്നത്, പിന്നെ അനേക മിഷണന്മാരെ സഹായിക്കുവാനും സാധുക്കളെ സഹായിക്കാനും ഒക്കെ മനസ്സറിഞ്ഞ്, വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയില്ല. എൻ്റെ അടുത്ത് പോലും ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ചർച്ചിലെ ദൈവദാസനായിരിക്കും പറയുന്നത്, ആന്റി ഇന്ന വിഷയത്തിന് വേണ്ടി നിതിൻ മോൻ തന്നെ മുഴുവൻ ഏറ്റത്, വേറെ ആർക്കൊക്കെ ചോദിക്കേണ്ട വാസ്ത എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തത്. അപ്പൊ ഒറീസ ആന്ധ്രയിലൊക്കെയുള്ള ദൈവദാസന്മാർ ഒരു ഗ്രാമത്തിലുള്ള ദൈവദാസനെയൊക്കെ സഹായിക്കുന്നത് ഈ പൈസ വാങ്ങിക്കൊണ്ട് പോകുന്ന ആ ദൈവദാസൻ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ലൊരു അടക്കം ഒതുക്കമുള്ള ഒരു മോനെ ദൈവം തന്നത് ദൈവത്തിന്റെ മഹാകരുണ. ദൈവനാമത്തിന് വേണ്ടി അറിഞ്ഞ് ചെലവഴിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ ദൈവം കൊടുത്ത നല്ല മനസ്സിൽ ദൈവം അവനെ അനുഗ്രഹിക്കും. സ്തോത്രം. ആമേൻ. ഇനി അടുത്ത് എൻ്റെ കുടുംബത്തിലേക്ക്, ഹല്ലേലൂയ, എൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വന്നാല്, ഞാൻ ജനിച്ചപ്പോൾ മുതൽ
ജന്മന ഹൃദയത്തിന്റെ വാൽവ് ചുരുങ്ങിയത് കാരണം നിത്യരോഗിയായിരുന്നു. അല്ലല്ലേ, എന്നും ആശുപത്രി വാസം തന്നെ. എനിക്കൊന്നീ അസുഖമായിരിക്കും, അല്ലെങ്കിൽ ചേട്ടനെ കുടി നിർത്ത ആശുപത്രിയിലായിരിക്കും. കാട്ടാക്കട ആനി ഹോസ്പിറ്റലിൽ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ, അവിടുത്തെ മുകളിലത്തെ നിലയിൽ ഒരു റൂം ഞങ്ങൾക്ക് വേണ്ടി സ്ഥിരം ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രിന്റിംഗ് വർക്കെല്ലാം ഞങ്ങളുടെ പ്രസ്സിലാണ് ചെയ്യുന്നത്. പക്ഷെ അവിടുത്തെ പൈസ വാങ്ങിക്കാനായിട്ട് ഒന്നും കാണൂല, അവിടെ തന്നെ അങ്ങോട്ട് ചികിത്സിച്ചിട്ട് തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു ആദ്യ കാലങ്ങളിൽ ഞങ്ങളുടെ അനുഭവം എന്നുള്ളത്. എന്നാൽ ദൈവത്തിന്റെ കരുണയാല് ഇങ്ങനെയൊക്കെ കഷ്ടവും ദുഃഖവും നിരാശയായിട്ട് ഞാൻ ഇങ്ങനെ ജീവിക്കുന്ന അവസ്ഥയിലാണ് ഈ പെന്തക്കോസ്ത് ചർച്ചിലെ ദൈവദാസൻ കടന്നു വരികയും അവരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാനായി കടന്നു പോകാൻ ക്ഷണിക്കുകയും അവിടെ നിന്ന് കടന്നു പോകാൻ ദൈവം അവസരം ഒരുക്കുകയും ചെയ്തത്. അവിടെ ചർച്ചിലെ ഒരു ഉപവാസ പ്രാർത്ഥനയില് ഒരു ദൈവദാസൻ എന്റെ തലയിൽ തൊട്ടിട്ട് പറഞ്ഞു, കൂടുവിട്ട് അലയുന്ന പക്ഷിയെ പോലെയാണെന്ന് ദൈവാത്മാവ് കാണിക്കുന്നു. ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിലെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഈ പകൽക്കാലം നിന്റെ മാനസാന്തരത്തിന്റെ പകൽക്കാലമായി തീരും എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഞാൻ ആ സമയത്ത് നോക്കിയാൽ എന്റെ ഹൃദയം ഭാരം കൊണ്ട്, നിരാശ കൊണ്ട്, ആത്മഹത്യാ പ്രേരണ മാത്രമായിട്ട് കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങി വരുമ്പോൾ നടുക്ക് ഞാൻ ഒരുക്കം നിന്നിട്ടുണ്ട്. പിശാച് എന്നെ കൊന്നു പലപ്പോഴും എന്റെ ആത്മാവിനെ നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പലപ്പോഴും ശ്രമിച്ചതായ അവസ്ഥകൾ എനിക്ക് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അത് പൈശാചിക ശക്തിയുടെ നിയന്ത്രണത്തിലായിരുന്നു ഞാനെന്ന് മനസ്സിലാക്കുവാനായി കഴിയുന്നു. അല്ലലിയ. എന്നാൽ ഈ ചർച്ചിനകത്തിരുന്ന് ഇങ്ങനെ ഈ പ്രാർത്ഥിക്കുന്നതായ സമയത്ത് ദൈവദാസൻ എന്നോട് ഇത് പറയുകയും ഞാൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ച, യേശുവേ എന്റെ ജീവിതത്തിലെ സകല പാപവും ക്ഷമിക്കണമേ, യേശുവിന്റെ രക്തത്താലും വചനത്താലും എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അല്ലലിയ, പഴയ കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഫിലിം പ്രദർശനം നടത്തുമ്പോൾ ഒരു വെള്ള സ്ക്രീൻ ഇങ്ങനെ കെട്ടിയിട്ട് അതിൽ ഫിലിം പ്രദർശനം നടത്തുന്നതായിരുന്നു. എന്നാൽ ഇതുപോലെ ഞാൻ പുറമേ നിന്ന് കണ്ണുകൾ അടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആൾക്കാരിരിക്കുന്നതൊന്നും ഞാൻ ഒന്നും നോക്കുന്നില്ല. എനിക്ക് എങ്ങനെയും രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സമാധാനം കിട്ടിയേ മതിയാവൂ എന്നുള്ള ഒറ്റ ഇതില് ഞാൻ അങ്ങനെ കരഞ്ഞ് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഒരു വെള്ള സ്ക്രീന് കാണുകയും എന്റെ അറിവായ സമയത്ത്, ഞാൻ ഏകദേശം 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്ന സമയത്ത്, എന്റെ കൂട്ടുകാരിയുടെ ഒരു ചുവപ്പ് കല്ലമാല, അന്നൊക്കെ ഹിന്ദുക്കൾക്കൊക്കെ ഈ ശബരിമല എന്നുള്ള ഒരു കല്ലമാല അവരൊക്കെ ഇട്ടോണ്ടിരുന്നത്, ക്രിസ്ത്യാനികളായിട്ട് നമുക്കാരും തരൂല. അപ്പൊ അത് ഇടാനായിട്ട് എനിക്ക് ഭയങ്കര കൊതി. അപ്പൊ ഈ കൂട്ടുകാരി എടുത്ത് ഞാനത് കുറച്ച് സമയത്തേക്ക് ഇടാനായിട്ട് വാങ്ങിച്ച മാല കഴുത്തില്. എന്നാൽ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് കയ്യേഴുവാൻ സമയത്ത് മാല പൊട്ടിപ്പോയി. തിരിച്ച് ആ കൺകൂസ് കെട്ടിയിരുന്ന കുറച്ച് മുത്തുകൾ മാറ്റിയിട്ടാൽ മാത്രമേ അത് തിരിച്ച് കെട്ടിയിടാൻ പറ്റൂ. അങ്ങനെ കെട്ടിയിട്ട് തിരിച്ച് സ്കൂളിൽ വന്ന് കൂട്ടുകാരി കണ്ടപ്പോ മാലയുടെ ഇറക്കം കുറഞ്ഞിരിക്കുന്നു, മാല പൊട്ടിയോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ അടുത്ത് പറഞ്ഞു കൊടുക്കും, അടി വാങ്ങിച്ചു. അതുകൊണ്ട് അന്ന് കള്ളം പറഞ്ഞതായ ആ സംഭവം ഓർമ്മ വെച്ച കാലത്തിലുള്ള ആദ്യമായി കള്ളം പറഞ്ഞ ആ സംഭവം യേശുപ്പ ഈ സ്ക്രീനിൽ കാണിച്ചു തരുവാനിടയായി തീർന്നു. ഞാൻ സ്കൂളിൽ പോകുന്നു, കൂട്ടുകാരിയിൽ നിന്ന് മാല വാങ്ങിച്ചെടുത്തു, കള്ളം പറയുന്നു. ഈ സംഭവം ആ 4ാം ക്ലാസ്സിലെ കാര്യം അതേ കണക്കിന് കർത്താവ് എനിക്ക് കാണിച്ചു. ഞാൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, യേശുവേ എന്റെ അറിവില്ലായ്മ കൊണ്ട് കള്ളം പറഞ്ഞ യേശുപ്പാ ക്ഷമിക്കണേ 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 ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ കുറെ സമയം കഴിഞ്ഞപ്പം ആ സ്ക്രീന് വെള്ള നിറമായി മാറി. അപ്പൊ അത് യേശുപ്പ ക്ഷമിച്ചു എന്ന് മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വലുതായപ്പോൾ ഉള്ള സംഭവം ഇങ്ങനെ ഒന്നൊന്നായിട്ട് കാണുകയും കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ സ്ക്രീന് വെള്ള നിറമായി മാറും. ചുരുക്കത്തിൽ അന്ന് രാവിലെ ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള ഒരു സംസാര വിഷയത്തിൽ തെറ്റായി വന്ന വാക്കുപോലും കർത്താവ് അവിടെ കാണിക്കുവാനിടയായി തീർന്നു. അതും ദൈവത്തോട് ക്ഷമ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച്, യേശുവിന്റെ രക്തത്താലും വചനത്താലും എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണം, അപ്പാ ക്ഷമിക്കണേ 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 ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ അത് സ്ക്രീൻ മൊത്തം വെള്ള നിറമായി. ആ സമയത്ത് ഞാനിങ്ങനെ കണ്ണടച്ചിരിക്കുന്നു, എങ്ങനെ എന്റെ ഉൾക്കണ്ണോടെ ഞാൻ കാണുകയാണ് സ്വർഗത്തിൽ നിന്നൊരു പ്രകാശം എന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരികയും അതുവരെ കരിങ്കല്ല് പോലെ എന്റെ ഹൃദയം ഭാരം കൊണ്ട്, നിരാശ കൊണ്ട്, ആത്മഹത്യ പ്രേരണയാൽ നിറഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്നും ആ പ്രകാശം, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിലേക്ക് വന്നപ്പോൾ ഞാൻ ആകാശത്തല്ല ഭൂമിയിലും അല്ലാതെ പറന്ന് നടക്കുന്നത് പോലെ, ഒരു വെയിറ്റ് ഇല്ലാത്ത പോലെ ആ അനുഭവം എന്റെ ജീവിതത്തിൽ അതുവരെ അനുഭവിക്കാത്തൊരു സ്വർഗീയ സമാധാനം എന്റെ കർത്താവ് എനിക്ക് തരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പിന്നത്തെ ഇതിലാണ് ദൈവത്തിന്റെ വചനം വായിച്ചപ്പോൾ മനസ്സിലായത്, ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ആ പകൽക്കാലം ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ
ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിലേക്ക് വരികയും പാപബോധമുണ്ടായത് കൊണ്ടാണ് എനിക്ക് പാപങ്ങളെ കർത്താവ് ഓർമ്മിപ്പിച്ചു തന്നത്. ആ പരിശുദ്ധാത്മ ഓർമ്മിപ്പിച്ച് തന്നത് കൊണ്ടാണ് അത് ഏറ്റുപറയുവാനും ഉപേക്ഷിക്കുവാനും ദൈവം എന്നെ സഹായിച്ചത്. അപ്പൊ എന്റെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചപ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിലേക്ക് വന്നപ്പോൾ അതുവരെ ഇല്ലാത്ത ഒരു ശാന്തതയും സമാധാനവും സ്വസ്ഥതയും എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനിടയായി. ആ പഴയ കല്ലായുള്ള ഹൃദയം മാറി. ആ പൈശാചിക ശക്തികളെ കർത്താവ് എന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി. നിരാശയുടെ ആത്മാവുണ്ട്, കോപ പിശാചുണ്ട്, അസഭ്യ വാക്കുകൾ പറയുന്ന പിശാചുണ്ട്. ഇത് ഓരോന്നിന്റെ പിന്നിൽ ഓരോ പൈശാചിക ശക്തികളുണ്ട്. എന്നാൽ ഇതിനെല്ലാം കർത്താവ് ഇറക്കി വിട്ടിട്ട് യേശുപ്പ എന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ഒരു ശാന്തതയും സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കുവാനിടയായിത്തീർന്നു. സ്തോത്രം. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം. അതിനുശേഷം ചില നാളുകൾക്ക് ശേഷമായി ആലയത്തിൽ നിന്ന് കുറച്ച് ആൾക്കാരെ സ്നാനത്തിനായിട്ട് കൊണ്ടുപോകാൻ ഇടയായിത്തീർന്നു. ഈ സമയത്ത് ദൈവദാസൻ എന്നോട് സ്നാനത്തിനായിട്ട് പോകാനായിട്ട് തയ്യാറാകാനായിട്ട് പറഞ്ഞ് ഞാനും പ്രാർത്ഥിച്ചു. അങ്ങനെ സ്നാനത്തിനായിട്ട് പോയി. സ്നാനക്കടവ് യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുന്നതിനും വിശുദ്ധ ദൂതഗണങ്ങളാൽ കാവൽ ചെയ്യുന്നതിനും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് ദൈവദാസൻ പറഞ്ഞപ്പോൾ ഞാനും ചേർന്ന് പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പുറമേയുള്ള കണ്ണുകൾ അടച്ചു നിൽക്കുമ്പോൾ എന്റെ ഉൾക്കണ്ണുകൊണ്ട് കാണുകയാണ് ഒരു കുളം കിടക്കുന്നു. അതിൽ പച്ചവെള്ളത്തിന് വരെ രക്തം കിടക്കുന്നു. ഹല്ലേലൂയ. അതിന് ചുറ്റും ഒരു നേഴ്സറി പരുവത്തിലുള്ള ദൂതന്മാർ ചിറകുകൾ വിടർത്തി കൈയോട് കൈ കോർത്ത് കുളത്തിന് ചുറ്റും അവർ കാവൽ നിൽക്കുന്നു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചത്, ഞാനും ദേവദാസന്മാരും അവിടെ നിന്ന് ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചത്, യേശുവിന്റെ രക്തത്താൽ ഈ കുളത്തെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, അതിന് ചുറ്റും വിശുദ്ധ ദൂതഗണങ്ങളെ കാവൽ ചെയ്യണേ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവം അതുപോലെ ചെയ്യുന്നു എന്ന് യേശുപ്പൻ എനിക്ക് കാണിച്ചു തരുവാനിടയായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തോത്രം പറഞ്ഞുകൊണ്ട്, കർത്താവേ ഇതൊക്കെ എനിക്ക് കാണിച്ചു തരുവാ, ഞാൻ എന്തെങ്കിലും കർത്താവേ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടയായി. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് സ്നാനത്തിനായിട്ട് ഹല്ലേലൂയ എന്നെ വെള്ളത്തിലിറക്കി ഇങ്ങനെ ദേവദാസൻ എന്നെ മുക്കിയിട്ട് ഹല്ലേലൂയ ഞാനിങ്ങനെ ഉയർന്നു വരുന്നതായ സമയത്ത് ഞാൻ ഇങ്ങനെ കാണും. അത് എന്റെ ഉൾക്കണ്ണുകൊണ്ട് കാണുന്ന കാര്യമാണ്. വലിയൊരു ഗ്രൗണ്ട്, അതിൽ അനേക മേശകൾ അതിന്റെ നടുക്ക് നിരത്തിയിട്ടിരിക്കുന്നു. അതിൽ അനേക പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. അതിലൊരു വലിയ പുസ്തകം തുറന്നു വെച്ച് ആ മേശയുടെ അടുത്ത് നല്ല നരച്ച മുടി, പഞ്ഞി പോലത്തെ താടിയും മുടിയുള്ള ഒരു അപ്പച്ചൻ അവിടെ നിന്നിട്ട് ഒരു വലിയ പുസ്തകം തുറന്നു വെച്ച് ഓരോരുത്തരുടെ പേരുകൾ ഇങ്ങനെ വരി വരിയായി താഴെ താഴെ എഴുതുന്നത് കണ്ടു. അപ്പൊ ഞാൻ അതിന്റെ അടുത്ത് നിന്നിട്ട് അവസാനം എഴുതിയ പേര് നോക്കിയപ്പോ എന്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എനിക്കൊരു ആകാംക്ഷ, ഇത് ഏത് പുസ്തകത്തിലാണ് ഈ പേര് എഴുതുന്നത് എന്ന് അറിയാനായിട്ട് അതിന്റെ ഹെഡിങ് ഞാൻ നോക്കിയപ്പോൾ ജീവ പുസ്തകം ഒന്ന് കാണുവാനിടയായി തീർന്നു. പെട്ടെന്ന് എനിക്ക് ദൈവവചന ഓർമ്മ വന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 15-ാമത്തെ തിരുവചനം പഠിക്കുമ്പോൾ ജീവ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം എന്ന് കാണുന്നു. ഹല്ലേലൂയ. അപ്പൊ എന്റെ ജീവിതത്തിലെ പാവങ്ങൾ 1-ാം ഘട്ടമായ മാനസാന്തര അനുഭവം എന്റെ ജീവിതത്തിൽ വന്നു. അതിനുശേഷം ക്രിസ്തുവിനോട് ചേരുവാനായി ഞാൻ സ്നാനപ്പെട്ടപ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിലേക്ക് ദൈവം തന്ന് എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നത് കാണുവാൻ യേശുപ്പനൊരു മകൻ ഭാഗ്യം തന്നു. സ്തോത്രം. അതുകൊണ്ടിന്ന് ഞാനിങ്ങനെ യേശു മാത്ര രക്ഷകനാണെന്ന് ഹൈന്ദവരായ അല്ലെങ്കിൽ മുസ്ലിം സഹോദരങ്ങളോടൊക്കെ പറയുമ്പോൾ അവർ ചോദിക്കും, സ്വർഗമുണ്ടോ, നരകമുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ജീവപുസ്തകമുണ്ടോ? ഇതൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും, പൊന്നു സഹോദരാ, യേശുപ്പ എനിക്ക് കാണിച്ചു തന്നെയാണ്. ഒരു പുസ്തകത്തിൽ കണ്ട കഥയല്ല, വായിച്ചു പഠിച്ചതല്ല, എന്റെ അനുഭവത്തിൽ യേശുപ്പ എനിക്ക് കാണിച്ചു തന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ യേശുവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, യേശുവേ, ആ സഹോദരിക്ക് കാണിച്ചു കൊടുത്തു എങ്കിൽ ഇത് സത്യമാണെങ്കിൽ എനിക്കും കാണിച്ചു തരാനെന്ന് പ്രാർത്ഥിച്ചാൽ യേശുപ്പ നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് ധൈര്യമായിട്ട് പറയുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൊന്നുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം. അങ്ങനെ സന്തോഷത്തോടെ പിന്നെ ദൈവത്തെ ആരാധിക്കാനൊക്കെ അവസരം ഉണ്ടായി. അതിനിടയ്ക്കുള്ള ഒരു കാര്യം കൂടി, ഞാൻ ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ 2 വർഷം വരെ മരുന്ന് ഉപയോഗിക്കില്ലായിരുന്നു. എന്ത് അസുഖം വന്നാലും ചർച്ചിൽ പോകും, ദൈവദാസന്റെ അടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. എത്ര പനിയായിട്ടാണ് പോകുന്നത് എങ്കിലും ഹല്ലേലൂയ അല്പം ഒന്ന് കിടന്ന് ഉറങ്ങി എഴിക്കുമ്പോ അവിടെ നിന്ന് തന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുക്കും ദേവദാസ് എങ്ങനെ യേശുവിന്റെ രക്തം പറഞ്ഞ് കയ്യിൽ ഒഴിച്ചു തരും. അതും തേച്ച് അവിടുത്തെ പള്ളിയിലെ കിണറ്റിൽ നിന്ന് തന്നെ കുളിച്ചുകൊണ്ട് സുഖമായിട്ട് വൈകുന്നേരം വീട്ടിൽ വരും. ഇങ്ങനത്തെ അവസ്ഥയായിരുന്നു. എന്നാല് ഹല്ലേലൂയ ഒരിക്കല് എന്റെ കാല് മുട്ടില് ഒരു നീര് വന്നു. അപ്പൊ എന്താണെന്നൊന്നും അറിയില്ല. അപ്പം എന്റെ ഹസ്ബൻഡ് പറഞ്ഞ് ആശുപത്രിയിൽ പോകണം,
എന്താണെന്ന് അറിയില്ലല്ല, പോയി ഒന്നൊരു ഇഞ്ചക്ഷൻ ആയാലും എടുക്കണം എന്നൊക്കെ. ഞാൻ പറഞ്ഞു 2 വർഷം ശേഷം എന്നെ സുഖമാക്കിയില്ലേ. ഞാൻ ചർച്ചിൽ പോയി. അപ്പൊ ആശുപത്രിയിൽ പോകാനുള്ള ആട്ടോയ്ക്കുള്ള പൈസ, മരുന്നിനുള്ള പൈസ, ഇതെല്ലാം കൃത്യമായിട്ട് എന്റെ ഭർത്താവിന്റെ ഒന്ന് വാങ്ങിച്ചിട്ട് ചർച്ചിൽ പോയി മേശപ്പുറത്ത് ഒരു പാവപ്പെട്ട ദൈവദാസൻ അവിടെ ഒരു കാണിക്ക പാത്രം വെച്ചിട്ടുണ്ട്, അതിലിട്ടിട്ട് അവിടെ മേശയുടെ അടുത്ത് കൈ ഇങ്ങനെ കാലുമടക്കി ഇങ്ങനെ നിൽക്കുമ്പോ തന്നെ ദേവദാസൻ തലയിലേക്ക് വെച്ച് പ്രാർത്ഥിക്കും. എല്ലാ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനായ ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. ആ ദേവദാസൻ ഇപ്പൊ മരിച്ചുപോയി. ഹല്ലേലൂയ. അവരുടെ മക്കള് വൈഫ് ഇപ്പൊ ചർച്ച നടത്തുന്നുണ്ട്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി 4.5 വർഷം വരെ ഞാൻ ആ ചർച്ചിലുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി കണ്ണീരൊടുക്കുകയും എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തത് ആ ദേവദാസനും കുടുംബമാണ്. സ്തോത്രം. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അങ്ങനെ ഈ കാലം വിട്ട് നീര് വന്നപ്പോഴും ഞാൻ ചർച്ചിൽ പോയി പാസ്റ്റർ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ചർച്ചയിൽ തന്നെ കിടക്കായിരുന്നു. എന്നാൽ കിടന്ന് കുറച്ചൊന്ന് ഞാൻ ഈ കണ്ണ് ചെറുതായിട്ടൊന്ന് അടഞ്ഞു വരുന്നതേ ഉള്ളൂ. ചെറിയൊരു മയക്കം പോലെ തോന്നി. കണ്ണടഞ്ഞു വന്നപ്പോ ഞാൻ കാണും പാമ്പിന്റെ 2 പല്ലിങ്ങനെ കാണുകയും വിഷത്തുള്ളി പോലെ കറുത്ത പച്ച കളറിൽ ഇങ്ങനെ തുള്ളി പോലെ വീഴുന്നത്. പെട്ടെന്ന് ഞാനിങ്ങനെ ഉണർന്നിട്ട് എനിക്ക് ഓർമ്മ വന്നത് പാമ്പ് കടിച്ചതായിരിക്കും എന്റെ കാലുമുട്ടിലെന്ന്. പിന്നെ അടുത്തുള്ളടത്ത് പറയുകയും അവര് വന്ന് എന്നെ വിഷവൈദ്യന്റെ അവിടെ കൊണ്ടുപോകാനിടയായിട്ട്. എന്നാൽ അവിടെ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ വൈദ്യർ പറഞ്ഞത് തലേ ദിവസം പാമ്പ് കടിച്ചതാണ്, ഇവരൊന്ന് ഉറങ്ങിയിരുന്നു എങ്കിലേ വിഷം തലയ്ക്ക് പിടിച്ച് മരിക്കുമായിരുന്നു. എന്നാൽ പിശാച് പലപ്പോഴും കൊണ്ടുപോകാൻ നിന്നപ്പോൾ ദൈവ മനസ്സലിഞ്ഞ് ഇന്ന് ദേവദാസന്റെ ദൈവമക്കളുടെ മുൻപിൽ ഒരു സാക്ഷ്യമായി നിൽക്കുവാൻ എന്റെ കർത്താവ്, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ പേർ ചൊല്ലി വിളിച്ച കർത്താവ് എന്നെ യേശുവിന്റെ ഉള്ളം കരത്തിൽ എന്നെ വഹിച്ചത് കൊണ്ട് എന്റെ ആയുസ്സിന് ഒരു ദോഷവും വരാതെ വണ്ണം അപ്പോൾ 56 വയസ്സായി ഇതുവരെയും ദൈവം എന്നെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. ഞാൻ നിന്നതല്ല, എന്റെ യേശുപ്പ എന്നെ നിർത്തിയതാണ്. ഞാൻ നേടിയതല്ല, സകലവും യേശുപ്പ തന്ന ദാനം മാത്രമേ ഉള്ളൂ. സ്തോത്രം. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അങ്ങനെ ആ കാലിന്റെ അവസ്ഥകളൊക്കെ ഭേദം വരുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം ചില നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ വീട്ടിൽ ഈ പെന്തക്കോസ്റ്റ് ചർച്ചിലെ പാസ്റ്റർ ആദ്യം വന്ന് പ്രാർത്ഥിച്ചിട്ട് കുറച്ച് വെള്ളം എടുത്ത് യേശുവിന്റെ രക്തം പറഞ്ഞ ആ പഴയ ഓടത്തെ വീട്ടിൽ വെച്ചുള്ള സംഭവമായിരുന്നു. യേശുവിന്റെ രക്തം പറഞ്ഞ് ഓരോ മുറിക്കകത്തും എല്ലായിടും കളിച്ചിട്ട് അടുക്കളയുടെ ഭാഗത്തെത്തിയപ്പോൾ ദേവദാസൻ ഇങ്ങനെ അവിടെ നിന്നിട്ട് കുറച്ച് അന്യഭാഷ പറയുകയും അവിടെ നിന്ന് കുറെ ഇങ്ങനെ അന്യഭാഷയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തിരിച്ചത് മലയാളത്തിലും പറഞ്ഞ് മനസ്സിലാക്കി. ഈ വീട്ടിൽ താമസിക്കുന്നവർ തലയ്ക്ക് സുഖമില്ലാതെ പോകാൻ അത് ക്ഷുദ്ര പ്രയോഗം ഈ വീട്ടിനകത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യഥാർത്ഥമായിട്ട് ദൈവത്തെ ആരാധിക്കാനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ദൈവം നിങ്ങളെ ഈ അവസ്ഥയ്ക്കൊക്കെ വ്യത്യാസം വരുത്തും എന്ന് പറയുവാനിടയായിട്ട് ഇത് പറഞ്ഞ് അന്ന് ഇത്രയും കാര്യമായിട്ടൊന്നും എടുത്തില്ല. അന്ന് നിസ്സാരം പോലെ കേട്ട് ഇതിന്റെ സീരിയസ് ആയിട്ടൊന്നും ചിന്തിച്ചില്ല. അപ്പോഴൊന്നും അതങ്ങ് മറന്നുപോയി. അതിനുശേഷം ഏകദേശം 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പെന്തക്കോസ്റ്റ് ചർച്ചിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഒരിക്കല് ഞാനിങ്ങനെ ഞങ്ങളുടെ പ്രസ്സിൽ തന്നെ ഞാൻ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുകയും പ്രസ്സിൽ പോവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ പ്രസ്സിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് റോഡിന്റെ സൈഡിൽ നിന്ന് കാൽപാദത്തില് ഒരു ചെറിയ ചുള്ളി കൊണ്ട് കുറച്ച് ഒന്ന് തൊലി ഇളകി ചെറുതായിട്ടൊരു മുറിവാണ് ഉണ്ടായത്. എന്നാൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ കാൽപാദം മൊത്തത്തില് ഊരി പൊള്ളി നിൽക്കുന്നത് പോലെ കാൽപാദം മൊത്തത്തില് തൊലി പൊള്ളി നിൽക്കുവാനിടയായിട്ട്. ഈ സമയത്ത് ആശുപത്രി പോവാന്ന് പറഞ്ഞു, ഒരു ഇഞ്ചക്ഷൻ എടുക്കാന്ന് പറഞ്ഞു. അതൊന്നും കേൾക്കാതെ ഹല്ലേലൂയ യേശു എന്നെ വിടിവിക്കും എന്നുള്ള ആ വിശ്വാസത്തോടെ ഞാൻ ചർച്ചയിൽ കടന്നു പോവുകയും ദൈവദാസനെ വിട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെ ആലയത്തിൽ കിടക്കുവാനിടയായിട്ട്. ആശുപത്രി കിടക്കുന്ന അവസ്ഥ തന്നെ. പിന്നെ എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ചർച്ചിനകത്ത് ഇരുന്ന് ഞെരങ്ങുന്ന അവസ്ഥ. കാൽപാദത്തിന്റെ തൊലിയെല്ലാം ഇളകിപ്പോയി. അവിടെ അന്ന് ചാണകം മെഴുകിയ തറയായിരുന്നു. ഒരു ഷീറ്റിട്ട് പാവപ്പെട്ട ഒരു ദേവദാസന്റെ കുഞ്ഞു ചർച്ച. എന്നാൽ ഈ സമയത്ത് ആ ചർച്ചിൽ ദൈവദാസൻ ഇല്ലായിരുന്നു. പാസ്റ്റർ കാട്ടാക്കട എന്തോ സാധനം വാങ്ങാൻ പോയ സമയത്ത് ചർച്ചിൽ പാസ്റ്റർ ഭാര്യയെ അവിടെ പ്രാർത്ഥിക്കുന്ന കുറച്ച് സഹോദരിമാരുണ്ട്. പിശാചളവണക്ക് പ്രാർത്ഥിക്കുന്ന അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ് അവിടെ. പൈശാചിയോ എന്തെങ്കിലും അസുഖങ്ങളുള്ളവരെ ഇരുത്തിയിട്ട് വളഞ്ഞിരുന്ന് എല്ലാവരുമായിട്ട് പ്രാർത്ഥിക്കും. പൈശാചി ശക്തികൾ വിട്ടുമാറും. അങ്ങനെയൊക്കെ ഒരു വിടുതലിന്റെ ശുശ്രൂഷയുള്ള ചർച്ചയാണ്. എന്നാൽ എന്നെ ഇരുത്തിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിലിരുന്ന ഒരു സഹോദരി, ഒരു അമ്മച്ചി, വീടുകളിലൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകുന്നവരാണ്. പൈശാചി ശക്തിയുടെ മേലെ അധികാരമൊക്കെ ഉള്ള ഒരു അമ്മച്ചിയാണ്. അവരെന്റെ തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ പറയുവാനിടയായിത്തീർന്നു, തലയ്ക്ക് സുഖമില്ലാതെ പോവാൻ ബന്ധിച്ചിരിക്കുന്ന ആ ബന്ധനക്കെട്ട് അഴിയട്ടെന്ന് പറഞ്ഞ് എന്റെ ഉച്ചിയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നാൽ ആ സമയത്ത് എനിക്ക് കാല് വയ്യാതെ പള്ളിക്കകത്തിരുന്ന് ഞെരങ്ങിക്കൊണ്ടിരുന്ന അവസ്ഥയായിരുന്നു. പുറത്തു പോകാൻ പോലും പറ്റാത്ത വിധത്തില് അതിനകത്ത് ഞെരങ്ങി
അതിനകത്ത് മാത്രം 3 ദിവസം ഇരുന്ന അവസ്ഥയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഈ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന സമയത്ത് ഞാനൊരു നൈറ്റി ഇട്ടിരുന്ന് തലയിലൂടെ ഒരു ഷോൾ ഇട്ടിരുന്നു. നല്ല ഈ അമ്മച്ചി ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് എന്റെ ഈ ഉച്ചിയുടെ ഭാഗത്തുനിന്ന് ഒരു തൂക്കുപാത്രത്തിന്റെ അടപ്പിളക്കി മാറ്റുന്നത് പോലെ ഒരു പുക പോലെ ഇങ്ങനെ വരുന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ആ സമയത്ത് എന്നെ ഇട്ടിരുന്ന നൈറ്റി ഇങ്ങനെ രണ്ടായിട്ട് വലിച്ചു കീറിയത് ഓർമ്മയുണ്ട്. ആ സമയത്ത് എന്റെ സുബോധം നഷ്ടപ്പെട്ട് മാനസിക രോഗിയായി മാറുവാനിടയായിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനുശേഷം 3 ദിവസം ആ ചർച്ചിന്റെ ജനലിൽ തന്നെ എന്നെ വയറിൽ കൂടെ സാരി വെച്ച് കെട്ടി അവിടെ ജനലിൽ കെട്ടിയിടുവാനിടയായി. 3 ദിവസം ആഹാരവും വെള്ളം ഒന്നും കുടിക്കാതെ. അപ്പൊ ആ ദേവദാസ് അന്ന് പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് തലയ്ക്ക് സുഖമില്ലാതെ കുടുതുണി പോലും ഇല്ലാതെ ഭിക്ഷ എടുത്ത് റോഡ് നീളെ ഭിക്ഷ എടുത്ത് പോകുന്നതിനുള്ളത് ക്ഷുദ്രപ്രയോഗം ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ ഇതിലെന്ത് സത്യമുണ്ടോ ഇല്ലേന്ന് അറിഞ്ഞൂടാ. പിന്നത്തേതിൽ എനിക്ക് അറിഞ്ഞൂടാ. പിന്നത്തേതിൽ ഓർമ്മ വന്നപ്പം എന്റെ അമ്മയൊക്കെ പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ. ഞാൻ ഈ ചർച്ചിനകത്ത് ബോധമില്ലാതെ കെട്ടിയിട്ട അവസ്ഥയിൽ തന്നെ കെട്ടഴിച്ച് വിടും. ചർച്ചിനകത്ത് ഓരോരുത്തരുടെ അടുത്ത് ഇങ്ങനെ പോയി അമ്മ വല്ലം താ ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ട് അകത്ത് മൊത്തത്തിൽ ഇങ്ങനെ നടന്നു എന്ന് പറയുന്നു. ഇരുന്ന് ഞെരങ്ങി ചോദിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ദാസന്മാർ പറയുന്നതൊന്നും കള്ളമല്ല. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. തന്റെ ഭക്തന്മാരെ അറിയിക്കാതെ കർത്താവ് ഒരു കാര്യം ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള ദൈവത്തിന്റെ വചനം സത്യമാണെന്ന് പിന്നത്തേതിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചറിയുവാനിടയായി തീർന്നു. അതിനെ തുടർന്ന് 3 ദിവസം ചർച്ചിൽ കെട്ടിയിടുകയും പിന്നെ എന്റെ വീട്ടിലൊക്കെ ആള് പോയി പപ്പയും അമ്മയൊക്കെ വന്ന് ബലമായിട്ട് എന്നെ പിടിച്ച് എടുത്തുകൊണ്ട് ഒരു അസ്ഥി മാത്രമായി മുടിയെല്ലാം പറന്ന് മുഴുഭ്രാന്തിയായ അവസ്ഥയിൽ എടുത്തുകൊണ്ട് പോവുകയും പോയ വഴിക്കുള്ള ആശുപത്രിയിലെല്ലാം കൊണ്ടുപോയിട്ട് ഒരു ആശുപത്രിയിൽ എടുത്തില്ല. കാലിന്റെ മൊത്തം തൊലിയില്ലാതെ, കാൽപാദത്തിൽ തൊലിയില്ലാതെ, തൊലിയെല്ലാം അടന്ന് ഈച്ചകളെല്ലാം പൊട്ടി തുണിയൊക്കെ പൂടി വെച്ചിരിക്കുന്നു. എങ്കിലും മൊത്തത്തിൽ അവസ്ഥയായി. ഇത് കണ്ട് ഇടയ്ക്കുള്ള ഒരു ഹോസ്പിറ്റലിൽ എടുത്തില്ല. തിരിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും ഏകദേശം 15 ദിവസത്തോളം അവിടെ ഹോസ്പിറ്റലിൽ കെട്ടിയിടുവാനിടയായി തീർന്നു. എന്നിട്ട് മൂക്കിലൂടെ ട്യൂബ് ഇട്ട് ബിസ്ക്കറ്റും പാലും ഒക്കെ കലക്കി ഒഴിച്ചിരുവായിരുന്നു. പിന്നെ പറഞ്ഞാണ് എന്റെ അമ്മയാണ് അന്ന് കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ അമ്മ ആഭരണം ഇടാതെ നിൽക്കുന്നത് കൊണ്ട് വരുന്ന ഡോക്ടർമാരും അവിടെയുള്ള ആൾക്കാരും എല്ലാം കൂടെ ആകെ കുഴപ്പമായി. പെന്തക്കോസ്തുകാര് ആശുപത്രി കൊണ്ടുപോകാതെ ചർച്ചിനകത്തിട്ട് പ്രാർത്ഥിച്ച് ശാന്തിയാക്കി എന്നുള്ളൊരു പേരുമായി ചർച്ചിനെ തീടാൻ ഇവിടെ നാട്ടുകാരെല്ലാം കൂടോടെ ഇളവി. പിന്നെയാണ് ഇവിടെ നിന്ന് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയത്. ആശുപത്രി പോയപ്പോഴും അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത എല്ലാവരും കൂടെ പൊരിച്ചു കൂട്ടുന്ന അവസ്ഥയായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണയാൽ ഈ സമയത്ത് ഞാൻ പോയ ആ ചർച്ചിലെ ദൈവദാസനും ദൈവമക്കളെ എനിക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ചർച്ചിനകത്ത് തന്നെ എടുത്തുകൊണ്ടുപോയി അതൊരു ദോഷവും വരരുതേ എന്ന് പറഞ്ഞു സ്വബോധത്തോടെ ദൈവം മടക്കി വരുത്തണേ എന്ന് പറഞ്ഞ് അവരിന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനിടയായിട്ടുണ്ട്. ഈ സമയം മാനസിക വിഭാഗത്തിലെ ഡോക്ടർമാർ എന്നെ പരിശോധിച്ചിട്ട് 15 ദിവസം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ഓർമ്മയൊക്കെ വരാൻ തുടങ്ങി. ആ സമയത്ത് മാനസിക വിഭാഗത്തിലെ ഡോക്ടർമാർ പറഞ്ഞത് ഭർത്താവിന്റെ മദ്യപാനം കാരണം മനസ്സിൽ സമാധാനം അടക്കാൻ വയ്യാതെ വിഷമങ്ങളെല്ലാം അടക്കി വെച്ചിട്ട് അവരുടെ സമനില തെറ്റിയതാണ്. ഇനി ഓർമ്മശക്തി തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല എന്നും ശരിയായ ഓർമ്മശക്തിയൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർമാർ അന്ന് വിധി എഴുതിയതാണ്. എന്നാൽ ദൈവത്തിന്റെ കരുണയാൽ ദൈവദാസന്റെയും ദൈവമക്കളുടെയും ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കർത്താവ് എനിക്ക് സ്വബോധം മടക്കി തരുവാനിടയായിട്ട്. ഹല്ലേലൂയ. അതിനുശേഷം സ്വബോധം കിട്ടുകയില്ല, ഓർമ്മശക്തി കാണൂല എന്ന് പറഞ്ഞ സ്ഥാനത്ത് അതിനുശേഷം സുഖമായിട്ട് വന്നിട്ട് 2 വീലർ ഓടിക്കുന്നതിന് 2 വർഷം വണ്ടി ഓടിക്കാനും ലൈസൻസ് എടുക്കുവാനും കർത്താവ് സഹായിച്ചു. സ്തോത്രം. കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുന്നതിന് DTP കോഴ്സ് പഠിച്ചിട്ട് ഇന്നും കമ്പ്യൂട്ടർ ജോലി ചെയ്യാനും പ്രസ്സിൽ പുതിയതായിട്ട് വരുന്ന കുട്ടികളെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുവാനും എന്റെ കർത്താവ് സഹായിക്കും. ഹല്ലേലൂയ. അത് മാത്രമല്ല എന്റെ കൊച്ചുമകൻ ഹല്ലേലൂയ മകളുടെ മകൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു ഫോൺ കിട്ടുവാനിടയായി. അപ്പൊ ഈ ഫോണിലൂടെ വീഡിയോ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് തരുവാൻ ഈ 4ാം ക്ലാസ്സുകാരൻ അൽവിൻ എന്ന് പറയണ മോളുടെ മോനാണിത് പറഞ്ഞു തന്നത്. അപ്പൊ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് അവർക്കൊക്കെ കാണിച്ചു തരുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും പെട്ടെന്ന്. ദൈവത്തിന്റെ കരുണ, ദൈവം തന്നൊരു ഞാൻ 10ാം ക്ലാസ് പാസ്സാണ്. ഇത് കൂടുതലൊന്നും പഠിച്ചിട്ടില്ല. 16 വയസ്സായപ്പോൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നു. 17 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് വരുന്നു. പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് പോയി. അപ്പൊ അന്ന് കല്യാണം കഴിഞ്ഞ് വന്ന സമയം മുതലേ പ്രസ്സിൽ ജോലിക്ക് പോകുമായിരുന്നു. അങ്ങനെ തുടർന്ന് പ്രസ്സിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ വന്നതായ അവസ്ഥ. പിന്നത്തേതിൽ കൊച്ചുമോൻ യൂട്യൂബ് ചാനൽ ഷീല തങ്കരാജ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി തരികയും അതിലൂടെ ഗ്രൂപ്പുകളിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന
ദേവദാസന്മാരുടെ ദൈവമക്കളുടെ മെസ്സേജുകൾ വോയിസ് ഒക്കെ എടുത്ത് വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്തിടാനും, അല്ലല്ലയാ പുറത്തറിയാതിരുന്ന അനേകരെ ദൈവവചനങ്ങൾ ഇടുവാനൊക്കെയും അങ്ങനെ ദൈവത്തിന്റെ നാമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഒരു അവസരം. എനിക്കിപ്പോ ഞാൻ വീട്ടിലായിരിക്കുകയാണ്, അല്ലല്ലയാ ഒരു ഓപ്പറേഷന് കഴിഞ്ഞ് വീട്ടിലായിരിക്കുകയാണ്. അപ്പൊ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഓൺലൈനായിട്ട് പ്രാർത്ഥിക്കുവാനും അനേക രോഗികൾ വിളിക്കുമ്പോൾ പ്രാർത്ഥിക്കുവാനും എന്റെ ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെയും ദൈവം ഇന്നാളെ അവസരം ഒരുക്കുന്നു. അങ്ങനെ ഡോക്ടർമാർ ഇനി സുബോധം തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞതായ അവസ്ഥയിലും ഇത്രയൊക്കെ വീണ്ടും ചെയ്യുവാൻ കർത്താവ് ഇന്നും സഹായിക്കുന്നുണ്ട്. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഡോക്ടർമാരുടെ വിധികളെ, ഡോക്ടർമാരുടെ അസാധ്യമെന്ന് എഴുതുന്ന അവസ്ഥയിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഇന്നും ഇറങ്ങി പ്രവർത്തിക്കുന്നു എന്ന് എന്റെ അനുഭവത്തിലൂടെ പറയുവാൻ ഇടയായി. സ്തോത്രം. അപ്പൊ മാനസിക രോഗത്തിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചാണ്. മാനസിക രോഗികളെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവരുടെ ബന്ധുക്കളോ അവരോ തന്നെ വിളിച്ചാലും അവർക്ക് വേണ്ടി ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു കൃപ തന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ വീട്ടിൽ രാവിലെ 5 തൊട്ട് 5:30 മണി വരെ പ്രാർത്ഥന എന്റെ ഹസ്ബൻഡ് വീട്ടിന്റെ മേലത്തെ നിലയിൽ പ്രയർ ടവറിൽ നടത്തുന്ന സമയത്ത് നമ്മുടെ ദേശത്തിലുള്ളതായ ഒരു ഏകദേശം ഒരു 40-40 വയസ്സ് വരും ഒരാള് ഇവിടുത്തെ ഈ പ്രാർത്ഥന സൗണ്ട് കേട്ടുകൊണ്ട് മൈക്കിലൂടെ അവർ റോഡിൽ കേട്ടിട്ട് അവർ അലറി വിളിച്ചുകൊണ്ട് ഓടി വരുവാനിടയായി. ഗേറ്റ് തുറന്നപ്പോ എനിക്ക് മനസ്സിലായി ആരോ വരുന്നുണ്ടെന്ന്. ഞാൻ അങ്ങനെ പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് പോയി നോക്കിയപ്പോഴത്തേക്ക് ഈ സഹോദരനാണ്. എന്നിട്ട് പറഞ്ഞ് ഈ പ്രാർത്ഥനയുടെ സൗണ്ട് കേട്ടപ്പോ എനിക്ക് നിൽക്കാൻ വയ്യ, എന്നെ ആരോ അടിച്ചുകൊണ്ട് വരുന്നത് പോലെ, എന്നെ ഓട്ടിച്ചു കൊണ്ടുവരുന്ന പോലെ ഞാനിവിടെ വന്നതാണ്. എനിക്ക് സ്വസ്ഥതയും സമാധാനമില്ല, എനിക്ക് കുറച്ച് വെള്ളം പ്രാർത്ഥിച്ചു തരുമോ എന്ന് ചോദിക്കുവാനിടയായിട്ട്. അപ്പൊ അവരടുത്ത് യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് യേശുവിന്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുക്കാനും ഇടയായി. ദൈവത്തിന്റെ കരുണയിൽ ഇന്ന് ആ മനുഷ്യൻ സ്വബോധമുള്ള വ്യക്തിയായി നമ്മുടെ ദേശത്ത് നടക്കുന്നത് കാണുവാനിടയായി. യേശുവിന്റെ പൊന്നുനാം മാത്രം മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. ഏത് പൈശാചിക ശക്തിയുടെ, ഏത് രോഗാത്മാവിന്റെ ശക്തിയായാലും യേശു ഒരു വാക്ക് കൽപ്പിച്ച യേശുവിന്റെ നാമത്തിന്റെ മുന്നിൽ ഒരു പൈശാചിക ശക്തിക്ക് നിൽക്കാൻ കഴിയുകയില്ല എന്ന് എന്റെ അനുഭവത്തിലൂടെ കർത്താവ് എന്നെ പഠിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഗദര ദേശത്ത് ചെന്നപ്പോൾ ലെഗ്യോൻ ബാധിച്ചതായ മനുഷ്യൻ ആ വ്യക്തിയിലുള്ള ഭൂതത്തെ പുറത്താക്കിയിട്ട് യേശുവിനോട് കൂടെ ഈ മനുഷ്യൻ പോകുവാനായി ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യനോട് യേശു പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ വീട്ടിലുള്ളവരോടും നിന്റെ നാട്ടിലുള്ളവരോട് യേശു നിനക്ക് ചെയ്ത സൗഖ്യത്തെ കുറിച്ച് അറിയിക്കുക, സാക്ഷിയാകാൻ പറഞ്ഞത്. ഹല്ലേലൂയ. അതുപോലെ തെക്കപ്പൊലി നാട്ടിലൊക്കെയും ആ മനുഷ്യൻ യേശുവിന്റെ സാക്ഷിയായി തീരുവാനിടയായി. ഇതുപോലെയാണ് എനിക്കും മാനസിക രോഗത്തിൽ നിന്ന് എന്നെ സൗഖ്യമാക്കിയത് കൊണ്ട് എന്റെ കർത്താവ് എനിക്ക് ചെയ്ത ആ സൗഖ്യത്തെ കുറിച്ചാണ് ഈ സമയം നിങ്ങളോട് പങ്കുവയ്ക്കാൻ തക്കവണ്ണം കർത്താവ് എനിക്കും അവസരം ഒരുക്കി തന്നത്. സ്തോത്രം. ദൈവത്തിന്റെ പൊന്നുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ഇനി മറ്റൊരു എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ ഒരു അത്ഭുതത്തിന്റെ ഒരു സൗഖ്യം തന്നതിനെ കുറിച്ചുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിങ്ങനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏകദേശം 9 വർഷം മുന്നേ കുറച്ച് ദിവസങ്ങളില് ഞാനിങ്ങനെ പരസ്യയോഗത്തിനായിട്ട് കടന്നു പോകാൻ ഇടയായിത്തീർന്നു. ഭയങ്കര ഒരു മനസ്സിനൊരു പ്രേരണ. ഞാൻ സ്നാനപ്പെട്ട സമയത്ത് യേശുപ്പം കാണിച്ച ദർശനങ്ങൾ പറയുക, ജീവപുസ്തകങ്ങളുടേത് പറയുക, മാനസാന്തര അനുഭവത്തിൽ പാപബോധം തന്നത്, ഇതൊക്കെ പരസ്യമായിട്ട് ജംഗ്ഷനിൽ ഒന്ന് വിളിച്ചു പറയാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരു ലോട്ടറി അടിച്ചതുപോലത്തെ ഒരു പ്രതീതി അത് പറയുമ്പോഴത്തേക്ക്. ഹല്ലേലൂയ. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ പറഞ്ഞു നടന്നപ്പോ എന്റെ വീട്ടിൽ ആരോ പറഞ്ഞു കൊടുത്ത് ഹസ്ബൻഡ് അറിയാനിടയായി. വീട്ടിൽ അറിയാതെ പോയതാണ്. എന്നാൽ പിന്നത്തേതില് ആദ്യ നാളുകളിലുള്ള സംഭവമാണിത്. അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായി. അപ്പൊ ഞാൻ ചെവരോട് ചേർന്നാണ് ദൈവത്തോട് നിലവിളിച്ചു വരും. ഹൃദയം പൊട്ടി വിളിച്ചെന്നൊക്കെ പറയും പോലെ എന്റെ ഹൃദയത്തിനകത്തു നിന്ന് ദൈവത്തോട് നിലവിളി ഞാൻ വിളിച്ചു, കർത്താവേ എനിക്ക് സ്വാതന്ത്ര്യത്തോടെ യേശുപാത്ര രക്ഷകനെന്ന് പറയാനും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു അവസരം തരണമേ കർത്താവ്. നില വിളിച്ചെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റും. കർത്താവ് അതിനൊരു അവസരം ഒരുക്കി തന്നു. ഹല്ലേലൂയ. എന്റെ ഹൃദയത്തിനകത്തിരുന്ന ഒരു വ്യക്തി പറയുന്നത് പോലെ എന്റെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട്, അപ്പൊ ചികിത്സ കാർഡ് ഉള്ളത് കൊണ്ട് നമുക്ക് ഏത് വിഭാഗത്തിൽ വേണമെങ്കിലും ഫ്രീ ആയി പോയി ടെസ്റ്റുകൾ നടത്താൻ, കുഴപ്പമുണ്ടോ എന്ന്. അപ്പൊ എന്റെ ഉദ്ദേശം ഇവിടെ കാരക്കുളം മെഡിക്കൽ കോളേജിലാണ് യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് അഡ്മിറ്റ് ആയത്. അവിടെ കിടന്നിട്ട് ഓരോ ദിവസവും ഓരോ വിഭാഗത്തിൽ, ആദ്യം കണ്ണിന്റെ സെക്ഷനിൽ പോയി അവിടെ,
അവിടെ നേഴ്സായിട്ട് പഠിപ്പിക്കുന്നവരുണ്ട്, ഡോക്ടറായിട്ട് പഠിപ്പിക്കും. അപ്പൊ ഒരു ബാച്ച് ആൾക്കാർ, കുട്ടികൾ ഈ ഡോക്ടറുടെ ചുറ്റും നിൽക്കും. അപ്പൊ അവരുടെ അടുത്ത് എന്റെ രോഗത്തിന്റെ വിവരം പറയുന്നതിന്റെ കൂടെ യേശു മാത്രം രക്ഷകൻ എന്ന് പറയും. ഇതായിരുന്നു എന്റെ ലക്ഷ്യം. ദൈവത്തിന്റെ കരുണയാൽ അങ്ങനെ എല്ലാ വിഭാഗത്തിലും പരിശോധിക്കാനിടയാക്കി. പോകുമ്പോഴൊക്കെ എങ്ങനെയെങ്കിലും ഒരു സെന്റൻസ് എങ്കിലും ഇതും കൂടെ പറയും. പിന്നെ അവിടെ കിടന്നും കൊണ്ട് തന്നെ, ആശുപത്രി കിടന്നും കൊണ്ട് തന്നെ കൂടെ കിടക്കുന്ന രോഗികളുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു അസുഖം പ്രമാണിച്ചായിരിക്കും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കണം. പക്ഷെ അവരുടെ അടുത്ത് ചെന്നിരിക്കുമ്പോഴത്തേക്ക് അവരുടെ ശരീരത്തിൽ മറ്റ് രോഗാത്മാക്കളെ കർത്താവ് എന്റെ ശരീരത്തിൽ ആ വേദന അനുഭവപ്പെടുക, അവരോട് ചോദിക്കുമ്പോൾ അങ്ങനത്തെ വേദന ഉണ്ട് എന്ന് പറയുക. യേശു നിങ്ങളെ സൗഖ്യമാക്കി, യേശുവിന്റെ രക്തത്താൽ കഴുകണേ, ശുദ്ധീകരിക്കണം, പാപങ്ങൾ ക്ഷമിക്കണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതിപ്പോ ഈ പൈശാചി ശക്തിയാണ്, രോഗാത്മാവാണ്, അതിനെ യേശു ഇപ്പൊ മാറ്റിത്തരുമെന്ന് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുമെന്ന് പറയുമ്പോൾ അത് എന്റെ ശരീരത്തിൽ നിന്ന് ആ വേദന മാറുകയും ആ സമയം തന്നെ അവരുടെ ശരീരത്തിൽ നിന്ന് അത് വിട്ടുമാറി എന്ന് മനസ്സിലാക്കുവാനായിട്ട്. പലപ്പോഴും നേഴ്സുമാരും ഡോക്ടർമാരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ രോഗി എന്ന് പറഞ്ഞ ആശുപത്രി അഡ്മിറ്റ് ചെയ്തിട്ട് ഇവിടെ ആശുപത്രിക്കകത്ത് രോഗശാന്തി ശുശ്രൂഷയാണ്. ഞാൻ പറഞ്ഞു രോഗി എന്നുള്ള പേരില് ആ ലേബലിൽ ഞാൻ വന്നതേ ഉള്ളൂ. പക്ഷെ എന്നെ പുറമേ കണ്ട എനിക്ക് യാതൊരു അസുഖവും ഇല്ല. എല്ലാരും ചോദിക്കും പേഷ്യന്റ് ആര്, പേഷ്യന്റ് ആര്. ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ ഡോക്ടർമാർക്ക് വിശ്വാസമില്ല, അവിടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർക്ക് വിശ്വാസം വരുന്നില്ല. പക്ഷെ പുറമേ എന്നെ കണ്ടാൽ രോഗി എന്ന് പറയാത്ത നിലയിൽ എന്റെ കർത്താവ് എന്നെ മൂടി മറച്ചു. ആ പരിശുദ്ധാത്മാവാകുന്ന ദൈവം പുറമെ ആർക്കും കാണാൻ, ഒരു രോഗി എന്ന് പറയത്തക്ക നിലകളിൽ ഒന്നും കാണാതെ ദൈവം അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല യേശുവിന്റെ സ്നേഹം. അങ്ങനെ അവിടെ വെച്ച് ഹല്ലേലൂയ ക്യാൻസറിന്റെ വിഭാഗത്തിൽ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് അവിടെ ആ സെക്ഷനിൽ പോയി. അവിടെ ചെന്നപ്പോ അവിടെ റിട്ടയർഡ് ആയൊരു ഡോക്ടറായിരുന്നു, നല്ല പ്രായമുള്ളൊരു ഡോക്ടർ. അപ്പൊ എന്നെ കാണുമ്പോൾ തന്നെ ആഭരണം ഇടാത്തത് കൊണ്ട് പെന്തക്കോസ്താണെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പൊ ഡോക്ടറെ അടുത്ത് ഞാൻ വന്ന്, സാർ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ട്, ക്യാൻസർ ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കണം പ്ലീസ് ഡോക്ടർ എന്നാണ് പറഞ്ഞു. ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള അമ്മച്ചിയാര്, പെന്തക്കോസ് അമ്മച്ചിയാര് ഇറങ്ങും കുറെ സംശയങ്ങളും കൊണ്ട്. ഞാൻ പറഞ്ഞു പ്ലീസ് ഡോക്ടർ, നമുക്ക് ചികിത്സാക്കാരുടെ പൈസയൊന്നും കൊടുക്കണ്ട, അപ്പൊ ഡോക്ടർ ഒന്ന് ചെക്കപ്പ് ചെയ്യണം, ഒന്ന് നോക്കണേന് ഇപ്പൊ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് ഡോക്ടർക്ക് അങ്ങോട്ട് പറഞ്ഞ് ടെസ്റ്റുകൾ നടത്തിയപ്പോ സ്കാനിങ്ങിലൂടെ എന്റെ ഇടതുവശത്തെ ബ്രസ്റ്റില് ചെറിയ നെൽമണി പോലെ ഒരു സംഭവം കാണുന്നു എന്ന് പറഞ്ഞ്. അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഓപ്പറേഷൻ കാരക്കോണം മെഡിക്കൽ കോളേജിൽ ചെയ്യുവാനിടയായി. അത് പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് ക്യാൻസറിന്റെ തുടക്കമാണെന്ന് അറിഞ്ഞു. അങ്ങനെ അതിനെ തുടർന്ന് തിരുവനന്തപുരം RCCയിലെ റീജിയണൽ ക്യാൻസർ സെന്ററിൽ പോയിട്ട് വീണ്ടും അവിടെ ചെക്കപ്പ് ചെയ്ത്, ഇവിടെ ടെസ്റ്റ് ചെയ്ത സാധനം തന്നെ വീണ്ടും അവർ വാങ്ങിയിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ക്യാൻസറിന്റെ തുടക്കമാണെന്ന് അറിയുകയും ഇടതുവശത്തെ ബ്രസ്റ്റ് പൂർണ്ണമായിട്ട് മാറ്റുവാനിടയായിട്ടുണ്ട്. ദൈവത്തിന്റെ കരുണയാല് അത് ഒരു റേഡിയേഷനോ കീമോയോ ഒന്നും ചെയ്യാൻ ദൈവം അവസരം വച്ചില്ല. അവിടെ RCCക്കകത്ത് പോയിട്ടും ഓപ്പറേഷൻ കഴിഞ്ഞ് IC യൂണിറ്റിനകത്ത് കിടക്കണ സമയത്തും അതിനകത്ത് കിടന്ന് യേശുപ്പ് എന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു വേദന അനുഭവിക്കുന്നില്ല. സത്യമാണ്. ഇന്നും ആ ഭാഗത്ത് തൊട്ട് നോക്കിയ തടിയുടെ പുറത്ത് തൊട്ട് നോക്കിയതേ പോലെ ഉള്ളൂ. എന്തോ മരുന്ന് പുരട്ടി മരവിപ്പിച്ചിരിക്കണോണ്ട് ഒന്നും അറിയില്ല. അപ്പൊ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോ ബാൻഡേജ് ഒക്കെ ഒട്ടിച്ചിരിക്കണോണ്ടാണ് മനസ്സിലായി എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞെന്നും ഈ ഭാഗം എടുത്ത് മാറ്റിയെന്നും ഒക്കെ അങ്ങനെയാണ് ഞാൻ അറിയുന്നത്. അല്ല വേദന ഒന്നും ഞാൻ അറിയുന്നില്ല. അപ്പൊ ഈ സമയത്ത് പിശാചിനാൽ നിയന്ത്രിച്ച് നടത്തപ്പെടുന്ന വ്യക്തികളുടെ ശരീരഭാഗങ്ങൾ മുറിച്ചിട്ട് IC യൂണിറ്റിനകത്ത് കിടന്ന നിലവിളിയാണ് നടക്കുന്നത്. വേദന സഹിക്കവയ്യാണ്. അപ്പൊ എനിക്കൊരു വെപ്രാണവും പരവേശവും, കർത്താവ് എന്നെ ഈ IC യൂണിറ്റിൽ കൊണ്ടുവന്നെങ്കിൽ ഈ നിലവിളിക്കുന്ന വ്യക്തിയോട് യേശു സൗഖ്യമാക്കുമെന്ന് പറയാൻ വേണ്ടിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് എന്റെ മനസ്സിൽ പേർ. പക്ഷെ കയ്യിൽ ട്രിപ്പ് ഇട്ടിരിക്കും, നമുക്ക് പെട്ടെന്ന് എണീറ്റ് അതിനകത്തൂടെ നിന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എങ്കിലും പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നി സിസ്റ്ററെ വിളിച്ചിട്ട് എനിക്ക് ഒന്നിന് പോകണം സിസ്റ്ററെ, ഒന്ന് ട്രിപ്പ് എടുത്തിരോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ട്രിപ്പ് കയ്യിൽ നിന്ന് മാറ്റിയിട്ട് കട്ടിലിന്റെ താഴെ വശത്ത് കാലിൽ പിടിച്ച് ഇങ്ങനെ പോവേ ആ നിലവിളിക്കുന്ന ആ സഹോദരന്റെ അടുത്ത് ആ കാൽവാട്ടി ചെന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശു സൗഖ്യമാക്കി, യേശുവേ സുഖമാക്കണേ എന്ന് പ്രാർത്ഥിക്കും, മനസ്സിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റൂല. എങ്കിൽ സിസ്റ്റർമാർ കണ്ട അതും പ്രശ്നമായിട്ട് വരും, IC യൂണിറ്റിനകത്തുള്ളേന്. അങ്ങനെ പറഞ്ഞിട്ട് വന്നപ്പോ എനിക്ക് ശരിക്കും ഒരു ആശ്വാസമായി. ഞാൻ ഇന്ന് വിചാരിക്കുകയാണ്, ആ ഹൈന്ദവനായ മനുഷ്യനോട് യേശുവിനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനായിരിക്കും എന്റെ ബ്രസ്റ്റ് മുറിച്ചതും എന്നെ IC യൂണിറ്റിനകത്ത് കിടത്തിയത്. ഒരു ദൈവദാസനോ ദൈവമക്കൾക്കോ IC യൂണിറ്റിനകത്ത് കയറിയിട്ട് ഇതുപോലെ യേശു സൗഖ്യമാക്കൊന്നും പറയാനായിട്ട് കഴിയില്ല. അപ്പൊ അതിനകത്തൊരു വ്യക്തി പോയാൽ മാത്രമേ കഴിയുള്ളൂ. അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അതിനുവേണ്ടി ദൈവം എന്നെ കൊണ്ടുപോയതാണെന്ന് ഹല്ലേലൂയ വളരെയധികം സന്തോഷത്തോടെ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുവാനിടയായിത്തീർന്നു.
ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഞാനിങ്ങനെ കാരക്കോടം മെഡിക്കൽ കോളേജിൽ അവിടെ അഡ്മിറ്റ് ആവാനായിട്ട് പോയ സമയത്ത് ഞാൻ ബിഗ് ഷോപ്പറിനകത്ത് തുണി സാധനങ്ങൾ പറക്കി വെച്ചത് ഒരു കെട്ട് ട്രാക്ട് എടുത്ത് വെച്ച് എന്റെ അനുഭവ സാക്ഷിയുള്ള ബുക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഇത്രയും ട്രാക്ട് തീരുമ്പോ എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയി. അതുപോലെ തന്നെ അത്രയും ട്രാക്ട് തീർന്നപ്പോ യേശപ്പ എന്നെ വീട്ടിൽ കൊണ്ടുവന്നു. തിരിച്ച് കാരക്കോണം മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടെ തിരുവനന്തപുരം RCCയിൽ പോവുകയും അവിടെ വെച്ച് അടുത്ത് രണ്ടാമത്തെ ഓപ്പറേഷൻ ചെയ്ത് പൂർണ്ണമായിട്ട് ബ്രസ്റ്റ് മാറ്റാനിടയായി. തുടർന്ന് 3 മാസം, ഒരു ആഴ്ചയ്ക്കൊരിക്കെ ആയിരുന്നു ആദ്യം. പിന്നെ അടുത്ത് 3 മാസത്തിലൊക്കെ 6 മാസത്തിലൊക്കെ ചെക്കപ്പിനായിട്ട് പോകുമ്പോൾ, അപ്പൊ അടുത്ത മാസം പോവേണമെങ്കിൽ ഈ മാസം ഈ ഒരു മനസ്സിനകത്ത് സന്തോഷം. കുട്ടികൾ വീഗാലാൻഡിൽ പോകുമ്പോൾ കിടന്ന് തുള്ളിച്ചാടുന്നത് പോലെയാണ് മനസ്സ്. കർത്താവെ അവിടെ പോകുമ്പോൾ ഒരു വ്യക്തി എടുത്തെങ്കിലും യേശു സൗഖ്യമാക്കി, യേശുവിനെ സൗഖ്യമാക്കി എന്ന് പറയാൻ ഒരു അവസരം തരണേ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അവിടെ പോകുമ്പോഴത്തേക്ക് RCCയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, എല്ലാവരും നിരാശ കൊണ്ട്, പ്രതീക്ഷയില്ലാതെ, പ്രത്യാശയ്ക്ക് വകയില്ലാതെ, വെറും എല്ലും തോലുമായി തല കുമ്പിട്ടുകൊണ്ട് നിരാശയോടെ കുനിഞ്ഞിരിക്കുമ്പോൾ അലലിയ അവരുടെ മുന്നിലൂടെ ചിരിച്ച മുഖത്തോടെ ചെക്കപ്പിന് ഒറ്റയ്ക്ക് തന്നെ പോകണത്, വേറെ അസുഖമായിട്ടൊന്നുമില്ല. ഇവിടുന്ന് ഓട്ടോയിലെ കാറിലെ എന്നെ അങ്ങ് പറഞ്ഞു വിടും. ഒറ്റയ്ക്ക് സന്തോഷത്തോടെ ഒറ്റയ്ക്ക് പോകുമ്പോഴേ ഫ്രീ ആയിട്ട് എല്ലായിടത്തും പറയാൻ പറ്റുള്ളൂ. വീട്ടിലുള്ളവർ വന്ന് ഇത്രയും പറയാൻ ഫ്രീ കിട്ടൂല. അതും ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. സ്തോത്രം. അങ്ങനെ കടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഒന്ന് നോക്കി, ഒന്ന് മുഖത്ത് നോക്കിയാൽ അവരുടെ അടുക്ക പോയിട്ട് യേശു സൗഖ്യമാക്കി, യേശു എന്നെ സൗഖ്യമാക്കി. അവിടെയും ചെല്ലുമ്പോൾ ഡോക്ടർമാരും അവിടെ കൂടെ ഇരിക്കുന്ന കൂട്ടുകാർക്കും ഒക്കെ ചോദിക്കും, പേഷ്യന്റ് ആരാണ്, ആർക്കാണ് സുഖമില്ലാത്തത്? ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെയാണെന്ന് പറയുമ്പോഴത്തേക്ക് യേശു എന്നെ സൗഖ്യമാക്കി, ഇപ്പൊ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ചെക്കപ്പിന് വന്നേണെന്ന് പറയുമ്പോഴത്തേക്കുള്ള ഒരു സന്തോഷം അടക്കാൻ വയ്യാത്തൊരു സന്തോഷമാണ്. അതിന് മുന്നേ ഒരിക്കൽ ഞാൻ RCCയിൽ ട്രാക്ക് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ബുദ്ധിയില്ലാതെ കയ്യിലാണ് ട്രാക്ക് വെച്ചോണ്ട് പോയത്. ഇത് കണ്ടുകൊണ്ട് അവിടുത്തെ സെക്യൂരിറ്റിക്കാർ വിസിലടിച്ച് ബാക്കി നിന്ന് സെക്യൂരിറ്റിക്കാരെ വിളിച്ച് ഞങ്ങളെ ഗേറ്റിന്റെ പുറത്താക്കി. അന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് വന്നു, കർത്താവേ ഇതിനകത്ത് സ്വാതന്ത്ര്യത്തോടെ ട്രാക്ക് കൊടുക്കാൻ അവസരം ഒരുക്കണേ. പക്ഷെ കർത്താവ് അവസരം ഒരുക്കി തന്നു. ദൈവത്തിന്റെ പദ്ധതികൾ എത്ര വലുതെന്ന് നമുക്ക് വർണ്ണിച്ചാലും മതിയാകെയില്ല. സ്തോത്രം. ഇങ്ങനെയൊക്കെയും ഇപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 9 വർഷമായി. അതിനുശേഷം വേറെ 5 വർഷം വരെ 20 മില്ലിയുടെ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട്. ക്യാൻസറിന്റെ സെല്ലുകൾ ശരീരത്തിലുണ്ടെങ്കിൽ അത് നശിക്കുന്നതിന് വേണ്ടി. അല്ലാതെ ദൈവത്തിന്റെ കരുണയാൽ ഇപ്പോ ഒരു ഗുളികയോ മരുന്നോ ഷുഗറോ പ്രഷറോ ബിപിയോ ഒന്നുമില്ല. എല്ലാ സമയവും യേശുവിന്റെ രക്തത്താൽ കഴുകണം, യേശുവിന്റെ ഇത് മാത്രമേ സമയം കർത്താവ് വിളിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് എപ്പോഴും റെഡി ആയിരിക്കും. അപ്പൊ ഇതിനുശേഷവും കാറ്റും കോളും പോലെ പലവിധ പ്രശ്നങ്ങളും കടലിൽ തിരയിടിച്ചു വരുന്നത് പോലെ വന്നിട്ടുണ്ട്. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഇല്ലാതെ അല്ല, എങ്കിലും കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി യേശു കർത്താവ് എന്റെ കൂടെ ഉള്ളതുകൊണ്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാൽ യേശുവിന്റെ നാമത്തിൽ അവിടെ അടങ്ങെന്ന് പറയുമ്പോൾ അവിടെ അടങ്ങി നിൽക്കും. എന്നാൽ ഞാൻ ഈ സ്നാനമൊക്കെ എടുത്ത് വന്നതിന് ശേഷം, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയൊക്കെ എന്നിട്ട് വന്നതിന് ശേഷം ഭർത്താവ് കുടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് രാത്രി 12 മണിയൊക്കെ കഴിയുന്ന സമയത്ത് ഒരു പൈശാചി ശക്തി വെളിപ്പെട്ടു വരും. മുമ്പേ ഉള്ള കാര്യമാണ് അത്. വെളിപ്പെട്ട് വന്നിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് ഓരോന്ന് സംസാരിക്കും. ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് വന്നേണ്, ഇന്നടുത്തുനിന്ന് വന്നത്, എന്നെ ഇന്നവർ പറഞ്ഞു വിട്ടു, ഇതെല്ലാം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാം കേട്ട് എന്നിട്ട് അവസാനം സ്റ്റേഷനിനകത്ത് കിട്ടുമോ സാത്താൻ എന്തെങ്കിലും നിസ്സാരം പോലെ പറയുമ്പോ അയ്യോ ഞാൻ പോണേ എന്ന് പറഞ്ഞ് അതങ്ങ് വിട്ടു മാറുകയും കർത്താവ് എപ്പോഴും നോർമലായി തീരുകയും. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഇന്ന് കർത്താവ് പഠിപ്പിച്ചു. ചർച്ചിലിരുന്ന് ഞാൻ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷം ചർച്ചിലിരുന്ന് പൈശാചി ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് രോഗിയായ ആളുടെ നടുക്കിരുത്തിയിട്ട് നമ്മളിങ്ങനെ കുറച്ച് സഹോദരിമാരും പാസ്റ്ററും എല്ലാവരും കൂടെ വളഞ്ഞിരുന്ന് പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്വർഗീയ തീ ഇറക്കണം കർത്താവ്, പൈശാചി ശക്തി വിട്ടുമാറുവാൻ സഹായിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ നടുക്കിരിക്കുന്നതായ ഒരു കൊച്ചു പൈശാചി ശക്തിയാൽ ബന്ധിക്കപ്പെട്ടൊരു കുട്ടിയായിരുന്നു. അവളുള്ള പിശാചി വിട്ടുപോകുന്നതിന് വേണ്ടി ആ കൊച്ചിങ്ങനെ എന്റെ കാലിൽ തൊടാനായിട്ട് ഇങ്ങനെ വരും. ഞാൻ ചമ്മണം പൂട്ടി തറയിൽ ഇങ്ങനെ വളഞ്ഞ് നമ്മളെല്ലാവരുമായിട്ട് ഇരിക്കുന്നതാണ്. പക്ഷെ ഈ കൊച്ചിന് തൊടാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്കൊരു ഡൗട്ട് തോന്നി, ഇത് എന്താണ് സംഭവം, ഇവർക്ക് തൊടാൻ പറ്റുന്നത്? ഇങ്ങനെ അടുത്ത് വന്നിട്ട് നമ്മൾ തീ തൊടുമ്പോഴത്തേക്ക് കൈ വലിച്ചെടുക്കുന്നത് പോലെ എന്റെ അടുത്തോട്ട് കാലിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുന്നു പേടിച്ചിട്ട്. കൊടുക്കാതെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പൈശാചി ശക്തിയൊക്കെ വിട്ടുപോയ ശേഷം ഞാൻ ആ മോളടുത്ത് ചോദിച്ചു, മക്കളെ നീ എന്താണ് സംഭവം, നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നീ എന്റെ കാലിൽ തൊടാനായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൈ പിറകിലേക്ക് പേടിച്ച് വലിക്കുന്നത് പോലെ കണ്ടല്ലേ, എന്തായിരുന്നു സംഭവം എന്ന് ചോദിച്ചോന്ന്. അത് ആന്റി ഇരിക്കുന്നതിന് ചുറ്റിനും ഒരു വളയമായിട്ട് തീക്കകത്ത് തീ കൊണ്ടുള്ള ഒരു വളയം വന്നിട്ട് അതിനകത്താണ് ആന്റി ഇരുന്നത്, അതുകൊണ്ട് എനിക്ക് തൊടാൻ പറ്റിയില്ല എന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, നമ്മള് സ്വർഗീയ തീ മതിലാൽ ഞങ്ങളെ കാക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന യേശു അപ്പൊ അതുപോലെ ചെയ്യുന്നുണ്ട്. നമ്മളെ പുറമേയുള്ള കണ്ണുകൾ കൊണ്ട്
നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണത്. ഹല്ലേലൂയ, സ്തോത്രം. ഇത്രത്തോളം കാണിറങ്ങി പ്രവർത്തിക്കുന്ന ദൈവത്തിന് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാകയില്ല. സ്തോത്രം. അപ്പൊ ഇങ്ങനെ ചർച്ച ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് തീ വളയത്തിനകത്ത് യേശുപ്പ എന്നെ ഇരുത്തിയിരിക്കുന്നെന്ന് ആ പൈശാചി ബന്ധനത്തിരുന്ന് ആ കുഞ്ഞു പറഞ്ഞ് അറിയുവാൻ ഇടയായിത്തീരും. നാം പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്ക് കർത്താവ് അതുപോലെ ചെയ്യുന്നു എന്ന് എന്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആയതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം വിശ്വാസത്തോടു കൂടി യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിന്റെ രക്തത്താൽ മുദ്രയിടണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ രക്തത്താൽ മുദ്രയിടുന്നത് യേശുപ്പ് എനിക്ക് കാണിച്ചു തരുവാനിടയായി. സ്നാനക്കടവ് യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തം ആ വെള്ളത്തെ ശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അതുപോലെ കർത്താവ് ചെയ്തു. വിശുദ്ധ ദൂതഗണങ്ങളെ കാവ് ചെയ്യണേ എന്ന് പറഞ്ഞപ്പോ അതുപോലെ കാവിൽ നിർത്തിയിരിക്കുന്നത് യേശുപ്പം കാണിച്ചു തരുവാനിടയായി. സ്വർഗീയ തീ മതിലാൽ എന്നെ കാക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോ തീ കൊണ്ടുള്ള ആ വളയത്തിനകത്ത് യേശുപ്പ് ഇരുത്തിയിരിക്കുന്നത് ഹല്ലേലൂയ അറിയുവാനിടയായി. ഇതുപോലെ നാം വിശ്വസിക്കുക. നാം പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ദൈവം ശ്രദ്ധ വച്ച് കേട്ട് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളും അതിശയങ്ങളും ഇന്നും പ്രവർത്തിക്കുന്നു എന്ന് എന്റെ അനുഭവത്തിലൂടെ കർത്താവ് എന്നെ പഠിപ്പിക്കുവാനിടയായി. ആയതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഏത് വിഷയത്തിലോ ഡോക്ടർമാർ അസാധ്യമെന്ന ഒരു രോഗമാണെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിനോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പാപക്ലേശനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും നീതിമാനായിരുന്ന ദൈവ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന് ദൈവജനം പഠിക്കും. ആയതിനാലും നാളുകളിൽ യേശുവിന്റെ രക്തത്താലും മധുരത്താലും കഴുകി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് യേശുവിന്റെ പ്രിയ മക്കളായി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് വിഷയമായാലും കർത്താവിന് പരിഹാരം തരാൻ കഴിയും എന്ന് എന്റെ അനുഭവത്തിലൂടെ പറഞ്ഞുകൊണ്ട് ഇതുവരെയും കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇതിനവസരം ഒരുക്കി തന്ന ദൈവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. സകല മഹത്വവും എന്റെ യേശു കർത്താവിനെ മാത്രം അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ഷീല തങ്കരാജ്. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമാ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസിയുടെ ജീവിതത്തിലുടനീളം ദൈവം നടത്തിയ ജയോത്സവമായി വഴി നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പറയുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ബാല്യം മുതൽ ഇന്നേ വരെയുള്ള ദൈവത്തിൻ്റെ കരുതൽ ലോകപ്രകാരം നോക്കിയാൽ ഇന്ന് ഈ അനുഭവത്തിൽ ഇരിക്കുവാൻ ഒരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ സ്നേഹത്താൽ വിളിച്ച് വേർതിരിച്ച് കർത്താവിൻ്റെ രക്തം കൊണ്ടും വചനം കൊണ്ടും കഴുകി കർത്താവിൻ്റെ ആത്മാവിനാൽ ജീവിപ്പിച്ചു കഴിഞ്ഞപ്പോൾ രോഗങ്ങളിൽ നിന്ന്, പാരമ്പര്യ ബന്ധനത്തിൽ നിന്ന്, പൈശാചിക ശക്തികളിൽ നിന്ന്, പല വിധത്തിലുള്ളതായ പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് കുടുംബത്തിന് സമാധാനവും വ്യക്തിപരമായ വിടുതലും ലഭിക്കുവാൻ ഇടയായി തീർന്നു. പരിണിത ഫലമോ ഇന്ന് കുടുംബത്തിലെ എല്ലാവരും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിക്കുവാൻ, മാതൃകയുള്ളൊരു ജീവിതം നയിക്കുവാൻ, സമൂഹത്തിലെ അനേക പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം കൊടുക്കുവാൻ ഒരു ബെഥസ്ത കുളം പോലെ ആ ഭവനത്തിൽ കടന്നു വന്ന് അനേകർക്ക് സൗഖ്യം പ്രാപിച്ച് ആത്മീയ അനുഗ്രഹം പ്രാപിച്ച് വിടുതൽ പ്രാപിക്കുവാൻ കർത്താവ് ഭവനത്തെ ഒരുക്കി എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. നിശ്ചയമായിട്ടും അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. അനേകർക്ക് ആശ്വാസവും അനുഗ്രഹമായി തീരട്ടെ. സർവകൃപാലുവായ ദൈവത്തിൻ്റെ നാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, തീർച്ചയായിട്ടും നിങ്ങളുടെ എവരുടെയും ജീവിതത്തിലെ ജീവിതാനുഭവങ്ങൾ ഒരു അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാകുന്നു. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവത്തിന് മാനസാന്തരം വരുത്തുവാൻ, വിടുതൽ തരുവാൻ കഴിയും. നാം ദൈവസന്നിധിയിൽ അതിനുവേണ്ടി ആഗ്രഹിക്കണം. നാം അതിനുവേണ്ടി തയ്യാറാകണം. ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങും. ദൈവം പ്രവർത്തിക്കുന്നത് നാം കാണുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും, തന്നെ ചെയ്യും. അതേത് സമയത്തും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. ഒരു പക്ഷെങ്കിൽ ഹോസ്പിറ്റലിലെ ഒരു മുറി തുടർച്ചയായിട്ട് നിങ്ങൾ താമസിക്കുന്ന ഒരു മുറി പോലെ ആയി തീർന്ന സാഹചര്യങ്ങൾ ഒരു പക്ഷെങ്കിൽ ഉണ്ടാകുമായിരിക്കാം. കിട്ടിയ നന്മകൾ മുഴുവനും മരുന്നിനും വൈദ്യന്മാർക്കും കൊടുത്ത് ചിലവഴിക്കുന്നൊരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ജീവിതത്തിൽ സമാധാനമില്ലാതെ ലഭിക്കുന്ന പൈസകൾ മുഴുവനും, നന്മകൾ മുഴുവനും മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കും കൊടുത്ത് പാപപ്രവർത്തികളിൽ ജീവിക്കുന്ന, അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, വിടുതൽ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ
ദൈവത്തിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ വരൂ. ദൈവത്തിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും, രക്ഷിക്കുവാൻ കഴിയും. നിങ്ങളുടെ ഭവനത്തെ സമൂല മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. സക്കായിയോട് കർത്താവ് പറഞ്ഞു, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഒരു വ്യക്തി തീരുമാനമെടുത്ത് കഴിയുമ്പോൾ, ഏറ്റുപറയുമ്പോൾ, ആ വ്യക്തി മുഖാന്തരം ആ ഭവനം വിടുവിക്കപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, യുവാവേ, യുവതി, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആമേൻ. നിങ്ങളുടെ ഭവനത്തിൽ ദൈവപ്രവൃത്തി ആരംഭിക്കട്ടെ, വിടുതൽ ആരംഭിക്കട്ടെ, സൗഖ്യം ആരംഭിക്കട്ടെ. കണ്ണുകളടച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസ്യാരോ മാറ്റി ഇവിടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. സ്വർഗമന്റെ സിംഹാസന ഭൂമി എന്റെ പാദപീഠമാണ് നല്ല ചെയ്ത നല്ല ദൈവമേ കർത്താവേ. അപ്പന്റെ പാദപീഠത്തിലായിരുന്നുകൊണ്ട് അങ്ങ് ചെയ്ത നന്മകളെ കുറിച്ച് സാക്ഷ്യപ്പാൻ കൊണ്ടൊരു അവസരം ഒരുക്കി തന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. ഇതുവരെ കേട്ടുകൊണ്ടിരുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നപ്പാ. അടിയാൾ അനുഭവിച്ചതുപോലെ കുടുംബത്തിൽ സമാധാനമില്ലാതെയോ, രോഗത്താലോ, മദ്യത്തിനടിമയായോ, പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് മാനസിക രോഗികളായോ, ഹല്ലേലൂയ, സ്വബോധം നഷ്ടപ്പെട്ട നിലകളിലൊക്കെയും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവെ, ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ അവസ്ഥകൾക്ക് കർത്താവ് വ്യത്യാസം വരുത്തുവാൻ എന്നെ സൗഖ്യമാക്കിയ ദൈവത്തിന് അവരെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് അടയാൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ തലമുറയില്ലാത്തവർക്ക്, തലമുറയ്ക്കായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് തലമുറ നൽകി നാം മാനിക്കണം. ഹല്ലേലൂയ. അന്ത്യകാല ശുശ്രൂഷയ്ക്കുള്ള പ്രവാചക ഗണത്തെ കർത്താവ് തലമുറകളായി നൽകി നാളുകളിൽ കർത്താവ് കുടുംബങ്ങളിൽ സ്വർഗീയ സന്തോഷവും സൗഖ്യ സമാധാനം അങ്ങ് നൽകണം. ഇത് കേട്ടിരുന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണം. മനുഷ്യർക്ക് അല്പകാലം മാത്രമേ ഈ ഭൂമിയിൽ വാസമുള്ളൂ എന്നറിഞ്ഞ് ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ദൈവത്തിന്റെ വചനം ചോദിക്കുമ്പോൾ ദൈവം ദാനമായി നൽകിയ ആത്മാവിനെ നഷ്ടമാക്കാതെ നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ആത്മാവിന് സത്യത്തിലും ആരാധിക്കുന്ന സത്യ നമസ്കാരികളായി ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട മക്കളായി കാണപ്പെടുവാൻ ഈ പ്രാർത്ഥനയിലേക്ക് ഹല്ലേലൂയ ഈ ടെസ്റ്റ് മണി കേൾക്കുന്ന എല്ലാ മക്കളെയും കുടുംബമായി ദൈവം സഹായിക്കണമേ. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്ന വചനം പോലെ യേശുവിന്റെ നാഥനും കർത്താവിന്റെ രക്ഷകനുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ സകലരെയും അങ്ങ് സഹായിക്കണം. ഭൂമിയിലെയും സകലാത്മ അനുഗ്രഹത്താൽ ദൈവം നിറച്ച് മാനിച്ച് ഹല്ലേലൂയ 100 മടങ്ങ് പ്രതിഫലം നൽകി ദൈവം മാനിക്കണമേ, അനുഗ്രഹിക്കണം. തുടർന്ന് ദൈവസാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ എല്ലാവരെയും കൃപയ്ക്കുള്ളിൽ മറച്ചുകൊണ്ട് യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. നല്ല